നമസ്കാരം. നമസ്കാരം. ഇന്ന് നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ടുള്ള സെൻട്രിഫ്യൂഗൽ കംപ്രസർ, കംപ്രസിബിൾ ഫ്ലോ, പിന്നെ IC എഞ്ചിൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷൻ, ഇത്രയും കാര്യമാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തോടുകൂടി നമ്മൾ പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് തീർക്കും. അതിനുശേഷം അതിൽ തന്നെ വരുന്ന ഒരു മിസ്ലേനിയസ് ടോപ്പിക്കുണ്ട്, കംപ്രസിബിൾ ഫ്ലോ, അത് പഠിക്കും. അതിനുശേഷം ഇന്റേണൽ കംപ്രഷൻ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് വെക്കും. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ പഠിച്ചു കഴിഞ്ഞ് നമുക്ക് സെൻട്രിഫ്യൂഗൽ കംപ്രസർ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. സെൻട്രിഫ്യൂഗൽ കംപ്രസർ ചെയ്യുന്നത് നമ്മുടെ നോർമൽ എയർ ആണ്. ഇതിനെ നമുക്ക് ഹൈ പ്രഷർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ പ്രോസസ്സ്. പക്ഷേ എന്താ ചെയ്യുന്നത്, നമ്മൾ റെസിപ്രോക്കേറ്റിംഗിനകത്താണെങ്കിൽ ഇതിനെ നമ്മളൊരു കൺട്രോൾ വോളിയത്തിന്, ഒരു വോളിയത്തിന് അടച്ചു വെച്ചിട്ട് ആ വോളിയം നമ്മൾ ആ വോളിയം ഡിക്രീസ് ചെയ്ത് അതിനകത്തുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ എയർ ഉണ്ടല്ലോ, ഈ എയറിന് നമ്മൾ ആദ്യമേ നല്ല കൈനറ്റിക് എനർജി സപ്ലൈ ചെയ്യും ബൈ യൂസിങ് ആൻ ഇംപെല്ലർ എന്ന് പറയുന്ന സംഭവം. ബൈ യൂസിങ് ആൻ ഇംപെല്ലർ നമ്മൾ നല്ല കൈനറ്റിക് എനർജി സപ്ലൈ ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ കൈനറ്റിക് എനർജീനെ നമ്മൾ പിന്നെ പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്ന ബേസിക് പരിപാടി. നമ്മൾ അടുത്ത സ്ലൈഡിൽ നമുക്ക് കൃത്യമായിട്ട് ഇത് എങ്ങനെ ചെയ്യുന്നത് മനസ്സിലാവും. ഈ സ്ലൈഡിൽ നമുക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഇതിന്റെ പാർട്സ് എന്ന് മനസ്സിലാക്കണം. ഇവിടെ ഒരു സക്ഷൻ സൈഡ് ഉണ്ട്, ഒരു ഡിസ്ചാർജ് സൈഡ് ഉണ്ട്. സക്ഷൻ സൈഡിലൂടെ എൻ്റർ ചെയ്യും, ഡിസ്ചാർജ് സൈഡിൽ കൂടെ പ്രഷറൈസ്ഡ് ഗ്യാസ് എക്സിറ്റ് ചെയ്യും. ഇതിനകത്ത് ഇംപെല്ലർ, ഡിഫ്യൂസർ, വൊലൂഡ് കേസിംഗ്. വൊലൂഡ് കേസിംഗ് ഈ ഒരു പടത്തിൽ കാണിച്ചിട്ടില്ല. ഇംപെല്ലർ, ഡിഫ്യൂസർ പ്രധാനപ്പെട്ട രണ്ട് കമ്പോണൻസ്. ആ ഒരു സെക്ഷൻ സൈഡ്, എൻട്രി സെക്ഷൻ സൈഡും ഇംപെല്ലറും ഡിഫ്യൂസറുമാണ് അതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാർ. ഇംപെല്ലർ ആണ് കൈനറ്റിക് എനർജി സപ്ലൈ ചെയ്യുന്ന ആൾ. ഡിഫ്യൂസർ എന്ത് ചെയ്യും? ഡിഫ്യൂസർ ഈ കൈനറ്റിക് എനർജിയും കൂടെ ചേർത്ത് പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ഡിഫ്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ 3 കാര്യങ്ങളാണ് നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടത്. എന്നിട്ട് ഇത് പിന്നെ ഒരു ഡ്രൈവിംഗ് ഷാഫ്റ്റ് വഴിയായിരിക്കും നമ്മൾ ഇംപെല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം ആ ഡ്രൈവിംഗ് ഷാഫ്റ്റ് വഴിയാണ് നമ്മൾ ആ ഒരു ടോർക്ക് കൊടുക്കുന്ന. ആ ടോർക്കാണ് ഇംപെല്ലർ നമ്മുടെ എയറിന്റെ കൈനറ്റിക് എനർജി കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ ഡിഫ്യൂസർ അത് പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ബേസിക്കലി എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇറ്റ്സ് വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇതാ ഈ 4 സംഭവങ്ങളുള്ളത്. ഒന്ന് ഇൻലെറ്റ് കേസിങ്, അകത്തോട്ടേക്ക് പോകുന്ന സമയം. ഇംപെല്ലർ ഞാൻ പറഞ്ഞു കൈനറ്റിക് എനർജി കൊടുക്കുന്ന ആൾ. ഡിഫ്യൂസർ ആ കൈനറ്റിക് എനർജീനെ പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആൾ. പിന്നീട് വൊലൂഡ് കേസിങ്, അതും കുറച്ചുകൂടെ വെലോസിറ്റി കുറച്ച് പ്രഷർ കൂട്ടാൻ വേണ്ടി അവസാനം നമ്മൾ ആ ഒരു ഏരിയ കൂടിയുള്ള രീതിയിൽ നമ്മൾ അതിന് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടുത്തെ ഏരിയ ഇത്രയാണെങ്കിൽ ഇവിടുത്തെ ഏരിയ ഇത്രയാണ്. അപ്പം ആ ഒരു ഏരിയ കൂട്ടി വെച്ചേക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രഷറിന്റെ ഇൻക്രീസും വെലോസിറ്റി ഡിക്രീസും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം. സോ ഇൻലെറ്റ് കേസിംഗ് എന്ത് സംഭവിക്കും? ഇൻലെറ്റ് കേസിംഗിൽ ഫസ്റ്റ് ഓഫ് ഓൾ വെലോസിറ്റി ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ആവും, പ്രഷർ ചെറുതായിട്ടൊന്ന് ഡിക്രീസ് ആവും. അത് ആ ഒരു ഇൻലെറ്റ് കേസിംഗിന്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം കൊണ്ട് വരുന്ന സംഭവമാണ്. വെലോസിറ്റി ചെറുതായിട്ട് ഒന്ന് ഇൻക്രീസ് ആവും, പ്രഷർ ചെറുതായിട്ടൊന്ന് ഡിക്രീസ് ആവും. അപ്പം ഈ ഒരു 4 പോയിന്റ്സിൽ ഇൻലെറ്റ് കേസിംഗ്, ഇംപെല്ലർ, ഡിഫ്യൂസർ, വൊലൂഡ് കേസിംഗ് 4 കേസിനകത്ത് ആ പ്രഷർ ഡിക്രീസ് ആവുന്ന ഒരേ ഒരാള് ഈ പറയുന്ന ഇൻലെറ്റ് കേസിംഗിലാണ്. ഓക്കെ, ഇൻലെറ്റ് കേസിംഗിൽ വെലോസിറ്റി ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ആവും. പിന്നീട് നമ്മൾ ഇംപെല്ലർ കൊടുക്കുകയാണ്. ഇംപെല്ലർ ഭയങ്കര സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇംപെല്ലർ, ആ ബ്ലേഡ്സ് ഭയങ്കര സ്പീഡ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ബ്ലേഡിനെ പറ്റിയാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ആ ബ്ലേഡ് എങ്ങനെ വർക്ക് ചെയ്യുന്ന രീതിയാണ് നമ്മൾ വെലോസിറ്റി ട്രയാങ്കിൾ വെച്ച് പഠിക്കാൻ പോകുന്നത്. പക്ഷേ എനിവേ ഇംപെല്ലറിനകത്ത് നമ്മൾ നല്ല വെലോസിറ്റിയിലാണ് ആ ബ്ലേഡ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ എയറിന്റെ കൈനറ്റിക് എനർജി നല്ലപോലെ കൂടും. അതുകൊണ്ട് തന്നെ അതിന്റെ വെലോസിറ്റി നല്ലപോലെ ഇൻക്രീസ് ആവും. കണ്ടോ, അതിന്റെ കൂടെ പ്രഷർ ഇൻക്രീസ് ആവും. പ്രഷർ ഇൻക്രീസ് ആവാത്ത ഒരൊറ്റ സ്ഥലം ഇൻലെറ്റ് ആണെന്ന് വിചാരിക്കുക, ബാക്കി എല്ലായിടത്തും പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻലെറ്റ് കേസിംഗിലെ വെലോസിറ്റി ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ആയതാണ്. ഇംപെല്ലറോട്ട് കയറുമ്പോഴത്തേക്ക് ആ ഒരു സ്പീഡൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ആവും. ഇംപെല്ലർ നല്ലപോലെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ആവും. ഓക്കെ അല്ലേ? അപ്പോൾ 2 കാര്യങ്ങൾ പഠിച്ചല്ലേ, ഇൻലെറ്റ് കേസിംഗ് ഇംപെല്ലറിനെ പറ്റി മനസ്സിലായല്ലോ. ഇൻലെറ്റ് കേസിംഗിൽ പ്രഷർ എന്ന് സംഭവിക്കുന്നു, വെലോസിറ്റി എന്ന് സംഭവിക്കുന്നു. ഇംപെല്ലറിന്റെ പ്രഷർ എന്ന് സംഭവിക്കുന്നു, വെലോസിറ്റി എന്ന് സംഭവിക്കുന്നു. കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്തത് ഡിഫ്യൂസർ എത്തി. ഡിഫ്യൂസറിൽ ഈ കൈനറ്റിക് എനർജി, കൂടിയ കൈനറ്റിക് എനർജിയും കൂടെ ചേർന്ന് പ്രഷർ എനർജി ആയിരിക്കും കൺവേർട്ട് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഡിഫ്യൂസറിൽ കൈനറ്റിക് എനർജി ആണെങ്കിൽ വെലോസിറ്റി നല്ലപോലെ കുറയും, പക്ഷേ അതിനനുസരിച്ച് പ്രഷർ വീണ്ടും ഇൻക്രീസ് ആവും. ഫൈൻ. ഫൈനലി വൊലൂഡ് കേസിംഗിൽ അഗെയിൻ ചെറിയൊരു വെലോസിറ്റി ഡിക്രീസ് ഉണ്ടാവും, അതുപോലെ ചെറിയൊരു പ്രഷറിന്റെ ഇൻക്രീസ് ഉണ്ടാവും. സോ ഇവിടെ ഇരുന്ന പ്രഷർ നമ്മൾ ആദ്യം ആ ഒരു ഇൻലെറ്റ് സമയത്ത് വെലോസിറ്റി പ്രഷർ ജസ്റ്റ് ഒന്ന് കുറഞ്ഞായിരുന്നു. അതിനുശേഷം നല്ലപോലെ 3 സ്റ്റേജസ് ആയിട്ട് പ്രഷർ കൂടി ആ പ്രഷർ ഇവിടം വരെ എത്തി നിൽക്കുകയാണ്. വെലോസിറ്റി നമ്മൾ കയറിയ ആ ഒരു വെലോസിറ്റി തന്നെ അവസാനം ഇത് ഇറങ്ങിപ്പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ വെലോസിറ്റി നമ്മൾ ഇമ്പാർട്ട് ചെയ്തിട്ട് ആ വെലോസിറ്റിനെ മൊത്തം നമ്മൾ പ്രഷറായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പരിപാടിയാണ് നമ്മുടെ സെൻട്രിഫ്യൂഗൽ കംപ്രസർ ചെയ്യുന്നത്. ആ വെലോസിറ്റി കൺവേർട്ട് ചെയ്യുന്ന ആൾ ഇംപെല്ലറാണ് ചെയ്യുന്നത്. അതും കൂടെ ചേർത്ത് പ്രഷറെ കൺവേർട്ട് ചെയ്യുന്ന ആൾ ഡിഫ്യൂസറാണ് ചെയ്യുന്നത്. ഇംപെല്ലർ, ഡിഫ്യൂസർ, വൊലൂഡ് കേസിംഗ് 3 സ്ഥലത്തും പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഇൻലെറ്റ് കേസിംഗിൽ മാത്രം പ്രഷർ ചെറുതായിട്ടൊന്ന് ഡിക്രീസ് ചെയ്യും. ഇൻലെറ്റ് കേസിംഗിൽ ഇംപെല്ലറും വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. ഡിഫ്യൂസറിലും വൊലൂഡ്
ഇൻലെറ്റ് കേസിംഗിൽ ഇമ്പല്ലറിലും വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും, ഡിഫ്യൂസറിൽ ബ്രൂട്ട് കേസിംഗിലും വെലോസിറ്റി ഡിക്രീസ് ചെയ്ത് അതും കൂടെ പ്രഷറായിട്ട് കൺവേർട്ട് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ ഇമ്പല്ലറിനെ പറ്റി ഒന്ന് സംസാരിക്കാം. ഇമ്പല്ലറിനകത്ത് എങ്ങനെയാണ് ഇമ്പല്ലർ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇമ്പല്ലർ വെലോസിറ്റി ഇമ്പാർട്ട് ചെയ്യുന്നത്. കാരണം ഇമ്പല്ലറാണ് നമ്മൾ വർക്ക് മൊത്തം കൊടുക്കുന്നത്. നമ്മുടെ എക്സ്റ്റേണൽ വർക്ക് ഒരു ഷാഫ്റ്റ് വഴി ഇമ്പല്ലർ വഴിയാണ് നമ്മൾ നമ്മുടെ ഗ്യാസിന് അല്ലെങ്കിൽ നമ്മുടെ എയറിന് കൊടുക്കുന്നത്. അപ്പൊ ആ ഇമ്പല്ലറിനകത്ത് എന്തുമാത്രം വർക്ക് നമ്മൾ കൊടുക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് എന്നിട്ട് നമ്മൾ അതിനകത്ത് കുറച്ച് ഫാക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ ആയിട്ട് എത്ര വർക്ക് നമ്മൾ സപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അവിടെ ഒരു അനാലിസിസിന് മാത്തമാറ്റിക്കൽ അനാലിസിസിന് സ്കോപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇമ്പല്ലർ അനലൈസ് ചെയ്യുന്നത്. ഇമ്പല്ലർ പല രീതിയിലുണ്ട്. ഇതാണ് പ്രധാനമായിട്ടും ഓൾമോസ്റ്റ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഇമ്പല്ലർ. അതുകൊണ്ട് നമ്മളിത് ഇവിടെ പറയുന്നത് ഇവിടെ ഇങ്ങനെ ഈ ട്രയാങ്കിൾ പല രീതിയിൽ, ഔട്ട്ലെറ്റ് ട്രയാങ്കിൾ പല രീതിയിൽ മാറുന്ന കേസ് ഉണ്ട്, ഇൻലെറ്റ് ട്രയാങ്കിളും പല രീതിയിൽ മാറുന്ന കേസുണ്ട്. അക്കോർഡിംഗ് ടു പല പല റിസർച്ചുകൾ അനുസരിച്ച് പല ടൈപ്പ് ഇമ്പല്ലർ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് പല ടൈപ്പ് കാര്യങ്ങളുണ്ടാവും. പക്ഷെ കൂടുതലായിട്ടും അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഇമ്പല്ലർ ഡിസൈൻ ആണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഈ ഇമ്പല്ലർ ഡിസൈനിന്റെ പ്രത്യേകത P1 വെലോസിറ്റി ഓഫ് ഇൻപുട്ട് ഓഫ് എയർ ആക്സിയൽ ആയിരിക്കും. കണ്ടോ 90 ഡിഗ്രിയിലായിരിക്കും. ഈ ഒരു ഹൊറിസോണ്ടൽ വഴി നോക്കിക്കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ വെച്ച് നേരെ കയറി പോവാണ്. കണ്ടോ, ഒരു ആംഗിളിൽ വളഞ്ഞല്ല കയറി പോകുന്നത്. സോ α1 90 ഡിഗ്രി ആയിരിക്കും. β1 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബ്ലേഡ് ആംഗിൾ ഒരു പർട്ടിക്കുലർ അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ വെലോസിറ്റി കയറി. ഇനി നമ്മുടെ ഇമ്പല്ലറിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇമ്പല്ലറിന് ഒരു വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റി ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അത് നമുക്ക് ഒമേഗ എന്ന് പറയാൻ പറ്റും, വെലോസിറ്റി എന്ന് പറയാൻ പറ്റില്ല. ഒരു ഒമേഗ അല്ലെങ്കിൽ ഒരു ആംഗുലർ വെലോസിറ്റി ആണുള്ളത്. ഈ ആംഗുലർ വെലോസിറ്റി നമ്മുടെ ഈ ഭാഗത്ത് അല്ലെങ്കിൽ കയറുന്ന എൻട്രി പോയിന്റ് ആംഗുലർ വെലോസിറ്റി കാരണം ഈ പറയുന്ന ഒമേഗ ഇൻറ്റു R1 ഒമേഗ ഇൻറ്റു R2 പുറത്തിറങ്ങുന്നത്. ഈ R1 ചെറുതാണ്, ഇവിടെ നിന്ന് ഇത്രയേ ഉള്ളൂ R1. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന വെലോസിറ്റി അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ആംഗുലർ അല്ലാത്ത വെലോസിറ്റി എന്ന് പറഞ്ഞാൽ U1 എന്ന് പറഞ്ഞ സംഭവം ചെറുതായിരിക്കും. U2 എന്ന് പറയുന്ന ആ പുറത്തിറങ്ങുമ്പോൾ ഈ ഒരു ഭാഗത്തുണ്ടാകുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വലുതുമായിരിക്കും. കാരണം ഒമേഗ ഇൻറ്റു R1 ചെറുതാണ്, അതുകൊണ്ട് U1 ചെറുതാണ്. ഒമേഗ ഇൻറ്റു R2 വലുതാണ്, U2 വലുതാണ്. അപ്പം ഇത് ഒരു പർട്ടിക്കുലർ U അല്ല ഇവിടെ ബ്ലേഡ് വെലോസിറ്റി. നമ്മൾ നേരത്തെ പെൽട്ടൺ ടർബൈനിലും എല്ലാം പഠിച്ച് ഇങ്ങനെ വന്നിട്ട് അതൊരു വെലോസിറ്റി പോകണം, ആ U വെച്ച് തന്നെയാണ് വെലോസിറ്റി ട്രയാങ്കിൾ എല്ലായിടത്തും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ അല്ലെങ്കിൽ VB എന്നുള്ള ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ആ സാധനം തന്നെയാണ് ഇവിടെ. പക്ഷെ ആ VB എന്നുള്ള സാധനം താഴെ ചെറുതും മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് കൂടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിൽ ഉണ്ടാവുന്ന ഒരു ബ്ലേഡ് വെലോസിറ്റി ആയിരിക്കത്തില്ല ഔട്ട്ലെറ്റ് വെലോസിറ്റി ഉണ്ടായിരിക്കും. ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ ഉണ്ടായിരിക്കുന്നത് ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ ഉണ്ടായിരിക്കുന്ന വെലോസിറ്റി ആ ഒരു U2 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും വലുത് U1-നേക്കാളും. രണ്ടും ഒമേഗ R1 തന്നെയാണ്. രണ്ടും ബ്ലേഡിന്റെ വെലോസിറ്റി തന്നെയാണ്. പക്ഷെ വെലോസിറ്റി ബ്ലേഡ് ഇവിടെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഫ്രം എൻട്രി ടു എക്സിറ്റ്. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ എൻട്രി വെലോസിറ്റി ഓഫ് എയർ V1 നമ്മൾ സ്ട്രൈറ്റ് എടുത്ത്. ഓക്കെ, അതുപോലെ U1 എന്ന് പറയുന്ന വെലോസിറ്റി അല്ലെങ്കിൽ എന്താ ഈ ബ്ലേഡ് താഴെ കുറവായിരിക്കും മുകളിൽ കൂടുതലായിരിക്കും ഞാൻ പറഞ്ഞു. അത് കുറഞ്ഞ വാല്യൂ ആയ U1 ആണ് ഇവിടെ ഇങ്ങനെ വരുന്നൊരു സംഭവം. ഓക്കെ, ഇനി നമുക്ക് ഒരു റിലേറ്റീവ് വെലോസിറ്റി വേണം. ഓക്കെ, ആ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ U1 മൈനസ് V1 ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ട് ഈ ട്രയാങ്കിളിന്റെ മറ്റൊരു കമ്പോണന്റ് ആണ് വെലോസിറ്റി, റിലേറ്റീവ് വെലോസിറ്റി. അത് നേരെ ബ്ലേഡിലേക്ക് കയറുന്ന പോലെയാണ്, ബ്ലേഡ് ആംഗിളിലായിരിക്കും അത് കയറി പോകുന്നത്. അതുകൊണ്ട് ഈ β1 ആണ് ബ്ലേഡ് ആംഗിൾ ഇൻലെറ്റ് വെലോസിറ്റി. ഈ കേസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻലെറ്റില് V1-ന് ഹൊറിസോണ്ടൽ കമ്പോണൻസ് ഇല്ല. V1-ന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റിനെയാണ് നമ്മൾ VW അല്ലെങ്കിൽ വേൾഡ് കമ്പോണന്റ് എന്ന് പറയുന്നത്. VW1 ഇവിടെ 0 ആണ്. അതുകൊണ്ട് ആ ഒരു വർക്കിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സാധനമാണ് VW1ഉം VW2ഉം. വർക്കിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സാധനമാണ് നമ്മൾ കൊടുക്കുന്ന വർക്കിന് അല്ലെങ്കിൽ കിട്ടുന്ന വർക്കിന്. അപ്പം തിരിച്ചാണെങ്കിൽ നമുക്ക് ടർബൈൻ ആണെങ്കിൽ കിട്ടുന്ന വർക്ക്, കംപ്രസർ ആണെങ്കിൽ കൊടുക്കുന്ന വർക്കിന് ഇക്വലന്റ് ആണ് VW1ഉം VW2. ഇവിടെ VW1 ഇല്ല, കാരണം ഇത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കയറുന്നത് നമ്മുടെ ഇൻലെറ്റ് വെലോസിറ്റി. എക്സ്റ്റേണൽ ഇവിടുത്തെ ട്രയാങ്കിൾ, ഔട്ട്ലെറ്റ് ട്രയാങ്കിൾ എങ്ങനെയാണ്? ഔട്ട്ലെറ്റ് ട്രയാങ്കിളിൽ വെലോസിറ്റി 90 ഡിഗ്രിയിലല്ല ഇറങ്ങുന്നത് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ തന്നെയാണ്. α2 എന്ന് പറയുന്ന ഒരു ആംഗിളിലാണ് ഇത് ഇറങ്ങുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ കയറുന്നെങ്കിലും വെലോസിറ്റി ഇറങ്ങുന്നത് നമ്മൾ സ്റ്റീമല്ല നമ്മുടെ എയറിന്റെ വെലോസിറ്റി ഇറങ്ങുന്നത് ഇങ്ങനെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ആംഗിളിലാണ് ഇത് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ V2 എന്ന് പറയുന്ന സാധനത്തിന് ഒരു VW2 കമ്പോണന്റ് ഉണ്ടായിരിക്കും. VW2 എന്ന് പറഞ്ഞാൽ എന്താ? V2 × cos α2. അതാ ഈ ഒരു കമ്പോണന്റ് V2-ന്റെ ഇതാണ് VW2 എന്ന് പറയുന്ന കമ്പോണന്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇവിടെ U2 ഉണ്ട്,
u1 ഞാൻ പറഞ്ഞു ഇൻലെറ്റിലുള്ള വെലോസിറ്റി ആർ ഒമേഗ 1 r1 ഒമേഗ. അടുത്തത് u2 ആകുമ്പോഴോ r2 ഒമേഗ. അത് ഇവിടെ ഉണ്ട്, ആ r2 ഒമേഗ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ഇത് രണ്ടും കൂടെ വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു VR2 കൂടെ പറയാം. VR2 എപ്പോഴും β2 ആംഗിൾ അല്ലെങ്കിൽ ബ്ലേഡ് ആംഗിൾ ആയിരിക്കും ഇറങ്ങുന്നത്. ആ ബ്ലേഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രി ആണ്. കാരണം ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇറങ്ങുന്നത്. ഇവിടെ കയറുന്ന പെർപെൻഡിക്കുലർ ആയിട്ടാണെങ്കിൽ ഇവിടെ ഇറങ്ങുന്നത് ഇറങ്ങുന്ന പെർപെൻഡിക്കുലർ ആയിട്ട് കയറുന്ന ഇൻലെറ്റ് വെലോസിറ്റി V1 പെർപെൻഡിക്കുലർ ആണ്. ഇവിടെ ഇറങ്ങുന്ന റിലേറ്റീവ് വെലോസിറ്റി ആണ് പെർപെൻഡിക്കുലർ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടി. ഇനി ഈ രണ്ട് ട്രയാങ്കിൾസിൽ നമുക്ക് മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം, u2ഉം VW2ഉം സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു മെക്കാനിക്കൽ അനാലിസിസ് വളരെ ഡീപ്പായിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ തെർമോഡൈനാമിക്സ് ആണ് പഠിക്കുന്നത്, അപ്ലോഡ് തെർമോഡൈനാമിക്സ് പഠിക്കുന്നത്. നമ്മൾ എന്തിനാണ് ഈ മെക്കാനിക്കൽ പഠിക്കുന്നതെന്ന് അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് മനസ്സിലായി. ഇത് നമുക്ക് തെർമലായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ. അപ്പം ഇവിടെ ഈ കേസിൽ മെക്കാനിക്കലായിട്ട് എത്രമാത്രം വർക്ക് നമ്മൾ കൊടുത്തു എന്നുള്ളതിന് നമുക്ക് ഉത്തരം കിട്ടാൻ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ് m ഡോട്ട് ഇൻറ്റു VW2 മൈനസ് VW1 ഇൻറ്റു യു. ഓക്കെ, ഇവിടെ യു കോൺസ്റ്റന്റ് അല്ല, യു വേരിയിങ് ആണ്. അതുകൊണ്ട് നമ്മൾ യു അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ VW2 U2 പുറത്തുള്ള ഔട്ട്ലെറ്റിൽ U2 ആണ്, കൂടിയ വെലോസിറ്റി ആണ് വരുന്നത്. അടുത്തത് ഇൻസൈഡിൽ VW1 U1 ഉള്ളത്. കാരണം യു അകത്തോട്ട് പോകുമ്പോൾ ഇവിടെ രണ്ട് യു അല്ല, കാരണം താഴെ വെലോസിറ്റി കുറവാണ്, ഞാൻ എപ്പോഴും കുറെ പറഞ്ഞാണ്, ഒന്നും അറിയാതെ എനിക്ക് മനസ്സിലായി, ഞാനെങ്കിലും ഒന്നുകൂടി വീണ്ടും പറയുന്നേ ഉള്ളൂ. സോ m ഡോട്ട് ഇൻറ്റു VW2 U2 മൈനസ് VW1 U1 ആണ്. അതിനകത്ത് തന്നെ നമുക്ക് അറിയാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം VW1 എന്നുള്ള സാധനം 0 ആണ്. കാരണം ഇവിടെ V1 കയറുന്നത് 90 ഡിഗ്രിയിലാണ്. സോ m ഡോട്ട് VW2 U2 ആണ്. ഈ VW2 U2 ഒന്ന് തന്നെയാണ്, VW2 U2 ഒന്ന് തന്നെയാണ്. സോ നമുക്ക് U2 സ്ക്വയർ എന്ന് വിളിക്കാം. സോ m ഡോട്ട് U2 സ്ക്വയർ എന്ന് നമുക്ക് വിളിക്കാം. വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് ബൈ ദ ഇമ്പല്ലർ അല്ലെങ്കിൽ ബൈ ദ ഷാഫ്റ്റ്. നമ്മൾ എന്തുമാത്രം വർക്ക് കൊടുത്തു എന്നുള്ളത് നമുക്ക് ഇത് പറയാൻ വേണ്ടി പറ്റും. ചെറിയൊരു പ്രശ്നമുണ്ട്, അത് ഞാൻ പറയാം. ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു ഐഡിയൽ വർക്ക് ഇതാണെന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് U2 അതിനകത്ത് എന്താണ്, U2 എന്താണ്, U2 നമുക്ക് ആൾറെഡി അറിയാവുന്ന ആർ ഒമേഗ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റും. ആർ ഒമേഗയെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി ഡയമീറ്റർ, ഔട്ട്ലെറ്റ് ഡയമീറ്ററിന്റെ ടേംസിൽ മാറ്റി വെച്ചേക്കുന്നതാണ് ഈ ഒരു ഇക്വേഷൻ. പൈ d2 n ഡിവൈഡ് ബൈ 60. n RPM-ലുള്ള ഫ്രീക്വൻസിയാണ്, RPS-ലാക്കാൻ വേണ്ടി n ഡിവൈഡ് ബൈ 60 ചെയ്യുന്നത്. ഓക്കെ, പൈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒമേഗ ആവത്തുള്ളൂ. ഓക്കെ, അതുപോലെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യുന്നു. 2πf എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ശരിക്കും എന്തിന്റെ ഇക്വേഷൻ എന്ന് അറിയാമോ? നമ്മുടെ ഒമേഗയുടെ ഇക്വേഷൻ. ഓക്കെ, ഒമേഗ ഇൻറ്റു R2 ആണ് നമുക്ക് വേണ്ടുന്നത്. അതായത് ഒമേഗ d2 ഡിവൈഡ് ബൈ 2 ആണ് വേണ്ടുന്നത്. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണെന്ന് ഞാൻ പറഞ്ഞ്, അല്ലെങ്കിൽ 2πn എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് 2πn d2 ബൈ 2 നമുക്ക് എഴുതാൻ പറ്റും. 2 ക്യാൻസൽ ആവും. n എന്നുള്ള സാധനം RPS-ലാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് പക്ഷെ നമുക്ക് തരുന്നത് എന്തായിരിക്കും, RPM-ലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പൈ d2 n ഡിവൈഡ് ബൈ 60 ആണ് നമ്മുടെ U2 എന്ന് പറയുന്നത്. ഇതാണ് ബേസിക് സംഭവം. നമ്മളെ റൊട്ടേഷണൽ ഡൈനാമിക്സ് നമ്മൾ പഠിച്ച അതേ കാര്യം തന്നെയാണ് ഇവിടെ വരുന്നത്. ഒന്നും കൂടെ ഞാനൊന്ന് മനസ്സിലാവാത്ത ആളുകൾക്ക് വേണ്ടി പറഞ്ഞു തന്നുള്ളതേ ഉള്ളൂ. ഈ ഇക്വേഷൻ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. ഫൈൻ. പക്ഷേ ഇത് ഐഡിയൽ വർക്കാണ്. ആക്ച്വൽ വർക്കിന് കുറച്ച് ലോസ് ഉണ്ടാവും. രണ്ട് ഫാക്ടർ വെച്ച് നമ്മൾ ലോസ് അക്കോമഡേറ്റ് ചെയ്യും. എങ്ങനെയാണ്? ഒന്ന് സ്ലിപ്പ് ഫാക്ടർ, ഒന്ന് പവർ ഫാക്ടർ. ഫൈ എസ് സ്ലിപ്പ് ഫാക്ടർ, 5W പവർ ഫാക്ടർ. ഈ രണ്ട് നമ്പേഴ്സും കൂടെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും ആക്ച്വൽ ആയിട്ട് എന്തുമാത്രം വർക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? തെർമലായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇത് മെക്കാനിക്കൽ വർക്കാണ്, നമുക്ക് എങ്ങനെ തെർമൽ ആക്കാം? തെർമോ മെക്കാനിക്കൽ അനാലിസിസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ ചെയ്യുന്ന വർക്ക് കൊണ്ട് എന്ത് സംഭവിക്കുന്നത്? പ്രഷർ ഇൻക്രീസ് ആവും. പ്രഷർ ഇൻക്രീസ് ആവുന്നെങ്കിൽ തീർച്ചയായിട്ടും ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും. ശരിക്കും പറഞ്ഞാൽ എൻതാൽപ്പിയാണ് ഇൻക്രീസ് ആവുന്നത്, അല്ലെ? എൻതാൽപ്പി അല്ല ഇൻക്രീസ് ആവുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ചേഞ്ചിന് എൻതാൽപ്പിയാണ് ഈ വർക്ക് ഡൺ എന്ന് പറഞ്ഞൂടെ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഒരു സാധാരണ ഗതിയിൽ നമ്മൾ ടർബൈൻ്റെ കാര്യം നമ്മൾ പഠിച്ചതുപോലെ തന്നെ കംപ്രസറിന് നേരെ ഓപ്പോസിറ്റ്. ടർബൈനിൽ ഇങ്ങനെ താഴോട്ട് വരുന്ന ഈ ഒരു TS ഡയഗ്രാം എന്ന് വിചാരിക്കുക. ഒരു TS ഡയഗ്രാം എടുക്കുക. ഇനി അത് ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇതാണ് നമുക്ക് കിട്ടുന്ന വർക്ക് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ കംപ്രസർ ആകുമ്പോഴത്തേക്ക് ഇതായിരിക്കും നമുക്ക് ഇൻലെറ്റ് നമ്മൾ കൊടുക്കേണ്ട വർക്ക്. അതും ഇങ്ങനെ ഒരു ഐസെൻട്രോപിക് ആയിട്ട് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. മിക്കവാറും കേസിൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പം ഇത് 1 ആണെങ്കിൽ ഇത് 1 ആണെങ്കിൽ, ഇത് 2 ആണെങ്കിൽ ഇത് 2' ആയിരിക്കും. ഓക്കെ,
ഒരു ഐസെൻട്രോപിക് എഫിഷ്യൻസി കാരണം 2 ഡാഷിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഇവിടുത്തെ H2 ഡാഷ് മൈനസ് H1 ഈസ് ഈക്വൽ ടു ആക്ച്വൽ വർക്ക് ഡൺ എന്ന് പറയാൻ പറ്റുമോ? കാരണം നമ്മൾ കൊടുക്കുന്ന വർക്ക് മെക്കാനിക്കലായിട്ട് കൊടുക്കുന്ന വർക്ക് തന്നെയാണ് ഇവിടെ ഈ H1നെ H2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, H2 ഡാഷ് മൈനസ് H1 അത് തന്നെയാണ് എം ഡോട്ട്, അതിന്റെ റേറ്റ് ആണ് ഇവിടെ റേറ്റ്, ഇവിടെ മാസ് അല്ല, മാസ് റേറ്റ് ആയതുകൊണ്ട് റേറ്റ് വെച്ച് പറഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. എം ഡോട്ട് സി പി T2 dash minus T1 is equal to H2 dash dot minus H1 dash dot H2 dash dot minus H1 dot. അതാണിത്. എം ഡോട്ട് സി പി T2 dash minus T1 is equal to നമ്മൾ ചെയ്ത ആ ഒരു ആക്ച്വൽ വർക്ക് എന്ന് കൊടുക്കാം. അങ്ങനെ ഈ ഒരു ഇക്വേഷനകത്തുനിന്ന് നമുക്ക് എടുക്കുന്ന ഇക്വേഷനാണ് ഇത്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ കാണാൻ പഠിക്കുക. ഇത് വെച്ചായിരിക്കും പ്രോബ്ലം ചോദിക്കാനുള്ള ഒരു ചാൻസ് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പം ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? നമുക്ക് പ്രഷർ റേഷ്യോ, ടെമ്പറേച്ചർ റേഷ്യോ എല്ലാം നമ്മുടെ സി പി, T1, U2 എന്ന് പറയുന്ന ക്വാണ്ടിറ്റീസും പിന്നെ ഫൈ ഡബ്ല്യു, ഈറ്റ സി അല്ലെങ്കിൽ നമ്മുടെ കംപ്രസറിന്റെ ഐസെൻട്രോപിക് എഫിഷ്യൻസി ഒക്കെ വെച്ചിട്ട് നമുക്ക് ഉത്തരം കിട്ടും. എന്താണ് ഇക്വേഷൻ? ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P2 by P1 is equal to T2 by T1 raised to gamma divided by gamma minus 1 is equal to 1 plus eta c phi s phi w. മൂന്ന് നമ്മുടെ എഫിഷ്യൻസി, ഒരു എഫിഷ്യൻസിയും രണ്ട് ഫാക്ടേഴ്സും ഇൻറ്റു U2 സ്ക്വയർ ഡിവൈഡ് ബൈ CP ടൈംസ് T1 ഇൻലെറ്റ് ടെമ്പറേച്ചർ റൈസ് ടു ഗാമ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. അതാണ് നമുക്ക് കിട്ടുന്ന സാധനം. അപ്പോൾ ഇവിടെ T2 by T1 എന്തായിരിക്കും? T1 അറിയാമെങ്കിൽ T2 കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ T2 by T1 is equal to 1 plus eta c phi s phi w U2 സ്ക്വയർ ഡിവൈഡ് ബൈ CP T1 ചെയ്താൽ നമുക്ക് T2 by T1 വാല്യൂ കിട്ടും. ഇപ്പോൾ T1 തന്നിട്ട് നമുക്ക് T2 എടുക്കണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഉത്തരം കിട്ടും. അതേപോലെ ഇതിനെ നമ്മൾ ഗാമ റൈസ് ടു ബൈ ഗാമ മൈനസ് 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ റൈസ് ചെയ്താൽ ഇവിടെയും ഗാമ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 വെച്ച് റൈസ് ചെയ്താൽ നമുക്ക് ഈ സെയിം സാധനം P2 by T1 ആയിട്ട് മാറുന്നത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. 1 പ്ലസ് ഈറ്റ സി പൈ എസ് പൈ ഡബ്ല്യു U2 സ്ക്വയർ ഡിവൈഡ് ബൈ CP T1 റൈസ് ടു ഗാമ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 ആണ്. T2 ഡിവൈഡ് ബൈ T1 റൈസ് ടു ഗാമ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 ഈസ് ഈക്വൽ ടു P2 ഡിവൈഡ് ബൈ P1. ഇത് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഈ ചാപ്റ്ററിലും ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇക്വേഷൻസ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇക്വേഷൻസ് കാണാൻ പഠിക്കാൻ തന്നെ ശ്രമിക്കുക. വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുക. വീണ്ടും വീണ്ടും എഴുതുമ്പോഴത്തേക്ക് നമുക്ക് പതുക്കെ നമ്മൾ ഇതൊരു ഫ്ലോയിൽ വരും. നമുക്ക് ഓൾറെഡി എക്സാമിന് നമുക്കിത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എക്സാമിന് നമുക്ക് മറക്കാതെ തെറ്റാതെ എഴുതാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് സെൻട്രിഫ്യൂഗൽ കംപ്രസറിൽ പഠിക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം വെയിൻലെസ് സ്പേസ് ആണ്. വെയിൻലെസ് സ്പേസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇത് ഇമ്പല്ലർ ആണല്ലോ, ഇതാണ് ഇമ്പല്ലർ. ഓക്കെ, ഇമ്പല്ലർ, ഇതാണ് നമ്മുടെ ഡിഫ്യൂസർ. ഇതാണ് ഡിഫ്യൂസർ. ഇങ്ങനത്തെ ലോങ് ബ്ലേഡ്സ് ആണ് ഇമ്പല്ലർ. ഇമ്പല്ലറിന് നമ്മൾ വെലോസിറ്റി കൊടുക്കും, ഡിഫ്യൂസറിൽ നമ്മൾ വെലോസിറ്റി കുറയ്ക്കും. ഈ ഇമ്പല്ലറിനും ഡിഫ്യൂസറിന് ഇടയ്ക്ക് ഒരു കുഞ്ഞ് ഗ്യാപ്പ് നമ്മൾ കൊടുക്കാറുണ്ട്. അത് നമ്മൾ വെയിൻലെസ് സ്പേസ് എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്? നമുക്ക് MCQ ക്വസ്റ്റ്യൻസിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ, MSQ ക്വസ്റ്റ്യൻസിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ? ഒന്ന്, നമുക്ക് പ്രോപ്പർ ഇതിന് ശേഷം നമ്മൾ കമ്പഷൻ ചേമ്പറിലോട്ട് കൊടുക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ കമ്പഷൻ ചേമ്പറിൽ കൊടുക്കുമ്പോഴത്തേക്ക് പ്രോപ്പർ ബേണിംഗ് നടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എയർ ഹൈ പ്രഷർ ലോ വെലോസിറ്റിയിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അപ്പം അതിന് നമ്മൾ ഓഫ്കോഴ്സ് നമ്മളിത് ചെയ്യുന്നത് ഇത് ഹൈ പ്രഷർ ലോ വെലോസിറ്റി കിട്ടാൻ വേണ്ടി മൊത്തം പ്രോസസ് ചെയ്യുന്നെങ്കിലും ഈ ഒരു ചെറിയ ഒരു വെയിൻലെസ് സ്പേസ് അതിനെ ഇൻക്രീസ് ചെയ്യും. അതായത് ഹൈ പ്രഷർ ലോ വെലോസിറ്റി കിട്ടാൻ വേണ്ടി നമ്മളെ കൂടുതൽ സഹായിക്കുന്ന ആളാണ് ആ ഒരു സംഭവം. അത് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, സ്ട്രെസ് വേരിയേഷൻ കുറയ്ക്കും. കാരണം ഇമ്പല്ലർ നല്ല സ്പീഡിലാണ് എയർ വരുന്നത്. അത് വന്ന് പടയെന്ന് പറഞ്ഞ് നമ്മൾ ഡിഫ്യൂസർ ഇടിച്ചു കഴിഞ്ഞാൽ അവിടെ ബ്ലേഡ്സിനൊക്കെ പ്രശ്നം ഉണ്ടായി, സ്ട്രെസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഒരു വെയിൻലെസ് സ്പേസ് കുറയ്ക്കുമ്പോഴത്തേക്ക് ആ ഒരു സ്ട്രെസ് ചെറുതായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവും. അതിനുശേഷം മാത്രം നമ്മുടെ ഡിഫ്യൂസർ മേളിലേക്ക് കയറും. അങ്ങനെ എക്സസീവ് സ്ട്രെസ് വേരിയേഷൻ കാരണം ഉണ്ടാകുന്ന പ്രോബ്ലംസ് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു വെയിൻലെസ് സ്പേസ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വെലോസിറ്റി കുറച്ച് പ്രഷർ കൂട്ടാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി. നമ്പർ 2, കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സ്ട്രെസ് വേരിയേഷൻ മാറാൻ വേണ്ടി. രണ്ട് കാര്യങ്ങളാണ് വെയിൻലെസ് സ്പേസ് സെൻട്രിഫ്യൂഗൽ കംപ്രസറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെൻട്രിഫ്യൂഗൽ കംപ്രസറിനെ പറ്റി സംസാരിച്ചു, അതിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞു, 4 ഭാഗങ്ങളുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, വെലോസിറ്റി ട്രയാങ്കിളും അതിൽ നിന്ന് നമുക്ക് എങ്ങനെ വർക്ക് ഐഡിയൽ എടുക്കാമെന്നും ആ വർക്ക് ഐഡിയൽ എങ്ങനെ ബാലൻസ് ആക്സിലാക്കാമെന്ന് പറഞ്ഞു. തെർമോ മെക്കാനിക്കൽ അനാലിസിസ് ഓഫ് കംപ്രസർ പറഞ്ഞു. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇവിടെ ഇത് T2 ഡാഷ് ആണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ
T2 ഡാഷിലോട്ടാണ് പോകുന്നത്. അപ്പോൾ T2 ഡാഷ് ആയിരിക്കും കിട്ടുന്നത്. ഈറ്റ കംപ്രഷൻ ഉപയോഗിക്കുന്നുണ്ട്. സോ T2 ഡാഷ് ഡിവൈഡ് ബൈ T1 ആണ് കിട്ടുന്നത്. P2/P1 ഇത് സെയിം ആണ്. ഇവിടുത്തെ P2 തന്നെ, ഇത് P2 ഇത് P1 ആണെങ്കിൽ അത് P2/P1 തന്നെയാണ്. ഇവിടെ T2 ഡാഷ് ബൈ T1 റേസ് ഗാമ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 ആണ്. 1 പ്ലസ് ഈറ്റ സി പൈ എസ് പൈ ഡബ്ല്യു U2 സ്ക്വയർ ഡിവൈഡ് ബൈ CP T1 റേസ് ടു ഹോൾ റേസ് ടു ഗാമ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 ആയിട്ട് മാറുന്ന. പിന്നെ നമ്മൾ വെയിൻലെസ് സ്പേസിനെ പറ്റി സംസാരിച്ചു. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ കംപ്രസിബിൾ ഫ്ലോ. ഓക്കെ, കംപ്രസിബിൾ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലോ ഓഫ് കംപ്രസിബിൾ ഫ്ലൂയിഡ്. അപ്പോൾ എന്താ കംപ്രസിബിൾ ഫ്ലൂയിഡ്? ഡെൻസിറ്റി പ്രഷറിനനുസരിച്ച് മാറിയാൽ അതാണ് കംപ്രസിബിൾ ഫ്ലൂയിഡ്. ഓക്കെ അല്ലേ? അത്രയും മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു കേസ് എടുക്കാം. ഒരു ഫ്ലോ നടക്കുകയാണ്. ഓക്കെ, ഒരു ഫ്ലോ നടക്കുകയാണ്. അപ്പോൾ അതിന് ഒരു പർട്ടിക്കുലർ കൈനറ്റിക് എനർജി ഉണ്ടാവും, അതിന് പർട്ടിക്കുലർ പ്രഷർ ഉണ്ടാവും, പർട്ടിക്കുലർ ഇന്റേണൽ എനർജി ഉണ്ടാവും. അതിനൊക്കെ കൂടെ ചേർന്ന് നമുക്ക് എൻതാൽപ്പി എന്ന് വിളിക്കാം. അപ്പോൾ ഒരു കൈനറ്റിക് എനർജിയും ഒരു എൻതാൽപ്പിയും ഉള്ള ഒരു ഫ്ലോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇതിന്റെ ടോട്ടൽ എനർജി ഇപ്പോൾ എന്താണ്? ടോട്ടൽ സ്പെസിഫിക് എനർജി, അതായത് പെർ മാസ്. ഇപ്പോൾ ടോട്ടൽ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? mv²/2 അല്ലെങ്കിൽ ഹാഫ് mv² പ്ലസ് ക്യാപിറ്റൽ H എന്ന് പറയാം. അപ്പോൾ സ്പെസിഫിക് ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ മാസ് വെച്ച് അല്ലെങ്കിൽ മാസ് ഫ്ലോ റേറ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് v²/2 പ്ലസ് H എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. ഫൈൻ. ഈ ഒരു സംഭവത്തിന്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഈ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ഫ്ലോയുടെ ടെമ്പറേച്ചർ, ഇതാണ് ടെമ്പറേച്ചർ നോക്കിയ. അപ്പോൾ ഈ ടെമ്പറേച്ചർ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇവിടെ വെച്ചിട്ട് ഈ ഒരു ഫുൾ ഫ്ലോനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. വെറുതെ സ്റ്റോപ്പ് ചെയ്യല്ല, ഐസെൻട്രോപിക്കലി നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഹീറ്റ് പുറത്ത് പോവോ ഹീറ്റ് അകത്തോട്ട് വരികയോ ചെയ്യാൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ എന്ത് പറ്റും? ഈ കൈനറ്റിക് എനർജി ഉണ്ടല്ലോ, ഈ കൈനറ്റിക് എനർജി മുഴുവനും അതിനകത്ത് ഉണ്ടാവുന്ന എൻതാൽപ്പി ആയിട്ട് ഇൻക്രീസ് ആവും. അപ്പോൾ തീർച്ചയായിട്ടും ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത ടെമ്പറേച്ചറിനെ, അല്ലെങ്കിൽ ഇവിടെ ഒരു വെലോസിറ്റി 0 ആയിരിക്കുന്ന സമയത്ത് ഒരു പോയിന്റ് ഉണ്ടാവുന്ന ആ ഒരു ടെമ്പറേച്ചർ നമുക്ക് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ വിളിക്കാം. ആ ഒരു പോയിന്റിനെ സ്റ്റാഗ്നേഷൻ പോയിന്റ് എന്ന് വിളിക്കാം. അവിടെ സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി ഉണ്ടാവും, സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ഉണ്ടാവും, സ്റ്റാഗ്നേഷൻ പ്രഷറും ഉണ്ടാവും. ഓക്കെ, സംഭവമൊന്നുമില്ല. ഈ മൂവിങ് ഫ്ലൂയിഡ്സ് വെലോസിറ്റി 0 വെലോസിറ്റി ആക്കി മാറ്റുവാണ് ഐസെൻട്രോപിക്കലി. ആ ഒരു പോയിന്റ് നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് സ്റ്റാഗ്നേഷൻ പോയിന്റ്. അപ്പോൾ ഇത് മൂവ് ചെയ്യുന്ന ഈ ഒരു ഫ്ലൂയിഡ്, കൈനറ്റിക് എനർജി എൻതാൽപ്പി ഉണ്ടായിരുന്ന ഫ്ലൂയിഡ് ഇവിടെ എത്തിയപ്പോൾ എൻതാൽപ്പി മാത്രമുള്ള ഒരു ഫ്ലൂയിഡ് ആയിട്ട് മാറി, വിത്തൗട്ട് എനി ലോസ് ഓഫ് ഹീറ്റ്. അതുകൊണ്ട് കൈനറ്റിക് എനർജി മുഴുവൻ എന്തായി മാറി? എൻതാൽപ്പി ആയി മാറി. അപ്പോൾ ആ ഒരു പോയിന്റിനെ നമുക്ക് വിളിക്കുന്ന പേരാണ് സ്റ്റാഗ്നേഷൻ പോയിന്റ്. സ്റ്റാഗ്നേഷൻ പോയിന്റിലുള്ള പ്രോപ്പർട്ടീസിനെ നമുക്ക് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് എന്നും വിളിക്കും. സ്റ്റാഗ്നേഷൻ പോയിന്റ് എന്താ സംഭവിക്കുക? H0, നമുക്ക് സ്റ്റാഗ്നേഷൻ എൻതാൽപ്പിനെ നമുക്ക് H0 എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. എങ്കിൽ ആ H0 വാല്യൂ എന്തായിരിക്കും? തീർച്ചയായിട്ടും കംപ്ലീറ്റ് എനർജി. ആദ്യം ഉണ്ടെങ്കിൽ ലോക്കലൈസ്ഡ് എൻതാൽപ്പി ഉണ്ടായിരുന്നു, ആ എൻതാൽപ്പി പ്ലസ് v²/2 രണ്ടും കൂടെ ചേർന്ന്. കാരണം ഹീറ്റ് ഒന്നും പുറത്തു പോകണില്ല, വർക്കൊന്നും ചെയ്യുന്നില്ല, ഐസെൻട്രോപിക്കലാണ് പരിപാടി. അതുകൊണ്ട് തന്നെ ഈ H0നെ H പ്ലസ് v²/2 അല്ലെങ്കിൽ ഈ ടോട്ടൽ എനർജി മുഴുവനും, അല്ലെങ്കിൽ അവിടെ ആദ്യം ഉണ്ടായിരുന്ന എൻതാൽപ്പിയും അനുകൂല കൈനറ്റിക് എനർജിയും കൂടെ ചേർന്ന് ആ രണ്ടും കൂടെ ഇതിന്റെ ഒരു എൻതാൽപ്പി ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് നമുക്ക് സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. സ്റ്റാഗ്നേഷൻ സ്പെസിഫിക് എൻതാൽപ്പി എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. ക്യാപിറ്റൽ ലെറ്റർ സ്മോളസ്റ്റ് ആയതുകൊണ്ട് സ്പെസിഫിക് എൻതാൽപ്പി എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റാണ്. കംപ്രസർ ഫ്ലോയിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു സാധ്യതയുള്ള സാധനം എന്താണ് സ്റ്റാഗ്നേഷൻ പോയിന്റ് എന്ന് ചോദിക്കാം. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കാം. അടുത്തത് നമുക്ക് സൗണ്ടിന്റെ സ്പീഡിനെ പറ്റി നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പം വെലോസിറ്റി ഓഫ് പ്രഷർ വേവ്സ് ഇൻ ഫ്ലൂയിഡ് മീഡിയം, വെലോസിറ്റി ഓഫ് പ്രഷർ വേവ്സ് ഇൻ ഫ്ലൂയിഡ് മീഡിയത്തിനെ നമുക്ക് സി എന്ന് വിളിക്കാം. അതിനെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ച് ഡിനോട്ട് ചെയ്യാം. എന്താണ് ഇക്വേഷൻ? c² dp/d rho at constant entropy. അപ്പം c² dp/d rho ചേഞ്ച് ഇൻ പ്രഷർ വിത്ത് റെസ്പെക്ട് ടു ഡെൻസിറ്റി. ഞാൻ പറഞ്ഞു, പ്രഷർ മാറുമ്പോൾ ഡെൻസിറ്റി മാറുന്നതാണ് കംപ്രസബിൾ ഫ്ലൂയിഡ്. അപ്പോൾ കംപ്രസബിൾ ഫ്ലൂയിഡിന്റെ കീഴിലുള്ള പ്രത്യേകതയാണ് c² ആ ചേഞ്ച് ഇൻ പ്രഷർ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ഡെൻസിറ്റി റേസ് ടു അല്ല അറ്റ് കോൺസ്റ്റന്റ് എൻട്രോപ്പി. കോൺസ്റ്റന്റ് എൻട്രോപ്പിയിലെ ചേഞ്ച് ഇൻ പ്രഷർ വിത്ത് റെസ്പെക്ട് ടു ഡെൻസിറ്റിയാണ് നമുക്ക് c² എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ c എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് dp ഡിവൈഡ് ബൈ d rho അറ്റ് കോൺസ്റ്റന്റ് s. രണ്ട് അസംഷൻസ് ഉണ്ട് ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന്, സ്റ്റഡി സ്റ്റേറ്റ് 1D ഫ്ലോ ആണെങ്കിൽ ഈ സാധനം വർക്ക് ആവത്തുള്ളൂ. രണ്ട്, ഫ്ലോ ഐസെൻട്രോപിക് ആയിരിക്കണം. അതും ഐസെൻട്രോപിക് എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിൾ അഡയബാറ്റിക്കിനെയാണ് നമ്മൾ ഐസെൻട്രോപിക്. ഹീറ്റ് പോണില്ല എന്ന് മാത്രമല്ല റിവേഴ്സിബിൾ ആയിട്ട് തന്നെയാണ് ഇത് സംഭവിക്കുകയും ചെയ്യുന്നത്. അത് നമുക്ക് ഐസെൻട്രോപി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഐസെൻട്രോപിക് 1D ഫ്ലോയിലെ സി അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ആ ഒരു പ്രഷർ വേവ്സ് നമുക്ക് എന്ത് വിളിക്കാം?
അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇക്വേഷൻ? റൂട്ട് ഓഫ് dP ഡിവൈഡ് ബൈ d0 അറ്റ് കോൺസ്റ്റന്റ് എൻട്രോപ്പി. ഇത് വെച്ച് നമ്മൾ പല രീതിയിൽ നമ്മൾ ഐഡിയൽ ഗ്യാസും എല്ലാം നമ്മൾ എടുത്ത് നമുക്ക് പല കാര്യങ്ങളൊക്കെ ചെയ്ത് അത്രയും നമുക്ക് ആവശ്യമില്ല. നമുക്ക് നമ്മുടെ എക്സാമിൽ ഫോക്കസ്ഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഇത് പഠിക്കണം. ഈ സാധനത്തിന് ഡെറൈവ് ചെയ്തെടുക്കുന്ന രണ്ട് സാധനമാണ്. ഇതും ഇതിനകത്ത് വരുന്നതാണ്, ഇതും ഇതിനകത്ത് വരുന്നതാണ്. ഒന്ന് ഐഡിയൽ ഗ്യാസിന്റെ കേസിലെ വെലോസിറ്റി. ഓക്കെ, ഐഡിയൽ ഗ്യാസിൽ എങ്ങനെ നമുക്ക് സൗണ്ട് പാസ് ചെയ്യാം. പ്രഷർ വേവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സൗണ്ട് തന്നെയാണ് ഈ പറയുന്നത്. പ്രഷർ വേവ്സിനെ കംപ്രഷനും റെയർഫാക്ഷനും ഉള്ള ഒരു സൗണ്ട് വേവ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പം ആ ഒരു സൗണ്ട് വേവിന്റെ വെലോസിറ്റി ഐഡിയൽ ഗ്യാസിൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? C is equal to root of gamma RT. മറക്കരുത്, C is equal to root of gamma RT. C is equal to root of gamma RT. ഓക്കെ, ഒരു ലിക്വിഡ് വർക്കിംഗ് മീഡിയം ആണ് ഇത്. ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ C is equal to root of gamma RT. ലിക്വിഡ് വർക്കിംഗ് മീഡിയം ആണെങ്കിലോ C is equal to root of K divided by rho. അപ്പം ഓഫ് കോഴ്സ് റോ ഇവിടെ ഉണ്ട്, ഇവിടെ റോ ഉണ്ട്, K ആണ് വരുന്നത്. K ഡിവൈഡ് ബൈ റോ, K എന്ന് പറഞ്ഞാൽ ബൾക്ക് മോഡുലസ് ആണ്. റൂട്ട് ഓഫ് ബൾക്ക് മോഡുലസ് ഡിവൈഡ് ബൈ റോയിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ലിക്വിഡ് വർക്കിംഗ് മീഡിയത്തിലെ സിയുടെ വാല്യൂ. അപ്പോൾ സിയുടെ വാല്യൂ രണ്ടെണ്ണം ഉണ്ട്. സി എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഗ്യാസ് എന്താണ്? റൂട്ട് ഓഫ് ഗാമ ആർ ടി. മറ്റേത് റൂട്ട് ഓഫ് എന്താണ്? K ഡിവൈഡ് ബൈ റോ. അപ്പം ഇത് രണ്ടാണ്. ഒന്ന് ഐഡിയൽ ഗ്യാസിന്റെ കേസാണ്, ഇത് നമ്മുടെ ഒരു ലിക്വിഡ് വർക്കിംഗ് മീഡിയത്തിന്റെ കേസാണ്. ഈ രണ്ട് ഇക്വേഷൻസ് ഓർത്ത് വെച്ചിരിക്കുക. പിന്നീട് നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ ചോദിക്കാൻ പറ്റുന്ന സാധ്യതയുള്ള സാധനം എന്ന് പറഞ്ഞാൽ മാക് നമ്പർ ആണ്. മാക് നമ്പർ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വെലോസിറ്റി ഓഫ് ദ വേവ് ഓഫ് എ പാർട്ടിക്കുലർ, ഈ കേസിൽ ഓഫ് ദ വേവ് നമുക്ക് പറയാം, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോയിന്റെ ആക്ച്വൽ വെലോസിറ്റി, ആ ഫ്ലോയിന്റെ ആക്ച്വൽ വെലോസിറ്റി ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് സൗണ്ട്, അതാണ് നമ്മൾ മാക് നമ്പർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ആക്ച്വൽ വെലോസിറ്റി ഓഫ് ദ ഫ്ലോ ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് സൗണ്ട് നമുക്ക് മാക് നമ്പർ എന്ന് വിളിക്കാം. അപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ V എന്ന് പറയുന്ന ആ ഒരു സ്പീഡിലാണ് നമ്മുടെ ഫ്ലോ നടക്കുന്നതെങ്കിൽ V ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഗാമ ആർ ടിനെ നമുക്ക് മാക് നമ്പർ അല്ലെങ്കിൽ M എന്ന് വിളിക്കാം. V ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഗാമ ആർ ടി, കാരണം ഗാമ ആർ ടി റൂട്ട് ഓഫ് ഗാമ ആർ ടി ആണ് വെലോസിറ്റി ഓഫ് സൗണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അതേപോലെ തന്നെ വേറൊരു ഫ്ലോയുടെ കേസ്, ലിക്വിഡ് മീഡിയത്തിൽ ഫ്ലോ ആണെങ്കിൽ V ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് K ബൈ റോ ചെയ്താൽ നമുക്ക് മാക് നമ്പർ കിട്ടും. ഈ മാക് നമ്പറിന്റെ വാല്യൂസ് വെച്ചിട്ട് കുറച്ച് പരിപാടികളുണ്ട്. ഒന്ന് സോണിക് ഫ്ലോ, മാക് നമ്പർ 1 ആണ്. അതായത് ആക്ച്വൽ വെലോസിറ്റിയും വെലോസിറ്റി ഓഫ് സൗണ്ടും ഒന്നാണെങ്കിൽ, സെയിം ആണെങ്കിൽ സോണിക് ഫ്ലോ എന്ന് പറയാം. അടുത്താണ് നിൽക്കണമെങ്കിൽ ഏകദേശം സെയിം ആണെങ്കിൽ ട്രാൻസ് സോണിക് ഫ്ലോ എന്ന് വിളിക്കാം. ലെസ് ദാൻ 1 ആണെങ്കിൽ സബ് സോണിക് ഫ്ലോ എന്ന് വിളിക്കാം. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സൂപ്പർ സോണിക് ഫ്ലോ എന്ന് വിളിക്കാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ ഹൈപ്പർ സോണിക് ഫ്ലോ എന്ന് വിളിക്കാം. സിമ്പിൾ ആണ്, ജസ്റ്റ് വാക്കുകൾ മാത്രമേ ഉള്ളൂ. വീണ്ടും വീണ്ടും ഞാൻ അത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസിനെ പറ്റി മനസ്സിലാക്കാം. സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി നമ്മൾ എന്തുകൊണ്ട് ഈ മാക് നമ്പർ പഠിച്ചെന്ന് പറഞ്ഞാൽ, സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി നമ്മൾ കൂടുതലായിട്ടും പറയുന്നത് മാക് നമ്പറിന്റെ കേസിലാണ്. കാരണം ആ ഒരു ഫ്ലോയിന്റെ വെലോസിറ്റി ആണ് നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ആ ഒരു ഫുൾ എൻതാൽപ്പി ആയിട്ടോ അല്ലെങ്കിൽ ഫുൾ എനർജി എൻതാൽപ്പി ആയിട്ടോ കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് മാക് നമ്പറിന്റെ ഒരു ആ വെലോസിറ്റി ഓഫ് ഫ്ലോയും വെലോസിറ്റി സൗണ്ട് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പിന്നെ മാക് നമ്പറിനെ പറ്റിയും വെലോസിറ്റി സൗണ്ടിനെ പറ്റിയും പഠിച്ചത്. ബേസിക്കലി നമുക്ക് വേണ്ടത് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് എവിടെ തന്നാലും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞു ഓൾറെഡി, ഇത് നമുക്ക് മാക് നമ്പറിന്റെ ആവശ്യമൊന്നുമില്ല. H0 എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്ന ലോക്കലൈസ്ഡ് എച്ച് പ്ലസ് അതിനുണ്ടായിരുന്ന വെലോസിറ്റി സ്ക്വയർ ഡിവൈഡ് ബൈ 2. അത് സിമ്പിൾ ആണ്. എൻതാൽപ്പിയുടെ കേസ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അങ്ങനെ നമുക്ക് സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി കണ്ടുപിടിക്കാം. സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഒരു ഫ്ലോ ഞാൻ പറഞ്ഞില്ല, എങ്ങനെ ഇത് വരുന്നത്, അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. MCP T0, ഓക്കെ, ഇവിടെ എൻതാൽപ്പി ഈസ് ഈക്വൽ ടു MCP T. ഓഫ് കോഴ്സ് ഇത് സ്മോൾ ആണ്, എമ്മിന്റെ ആവശ്യമില്ല, കാരണം എന്താണ്, സ്പെസിഫിക് ആണ്, പ്ലസ് V സ്ക്വയർ ബൈ 2. ഓക്കെ, ഇങ്ങനെ വന്നതിന് ശേഷം പിന്നീട് നമുക്ക് T0യും TU എല്ലാം നമുക്ക് എന്താ ഗാമയുടെ ടേംസിലും നമ്മൾ പിന്നെ ഈ വെലോസിറ്റിയുടെ കാര്യം നമ്മൾ മാക് നമ്പറിന്റെ മാക് നമ്പർ വെച്ചിട്ട് നമുക്ക് വെലോസിറ്റി എഴുതാൻ പറ്റുമല്ലോ. V ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഗാമ ആർ ടി. അതിനടുത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വിക്ക് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെയൊക്കെ ചെയ്ത് അവസാനം വന്ന് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്. ഇത് മാത്രം മതി നമുക്ക് പഠിക്കാൻ വേണ്ടി, നമ്മൾ ഡെറിവേഷൻ്റെ ആവശ്യം നമുക്കില്ല. ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. T0 is equal to T into 1 plus gamma minus 1 by 2 raised into M square. ഓക്കെ, ഇതിനകത്ത് കുറേ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. T0 is equal to T into 1 plus gamma minus 1 divided by 2 into M square. അതാണ് നമുക്ക് കിട്ടുന്ന സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ. അപ്പോൾ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ അതിൻ്റെ മാക് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ള കാര്യം മറക്കരുത്. മാക് നമ്പറിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്.
നമുക്ക് T0 ടിയുടെ ടേംസിൽ കിട്ടിയെങ്കിൽ T0/T നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്താണ് 1 പ്ലസ് ഗാമ മൈനസ് 1/2 ഇൻറ്റു എം സ്ക്വയർ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് T raised to gamma is equal to P raised to gamma minus 1 for കാരണം നമ്മൾ ഐസെൻട്രോപിക് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അഡയബാറ്റിക് ആണ്. അതുകൊണ്ട് T raised to gamma is equal to P raised to gamma minus 1 എന്ന് പറയാൻ പറ്റും. T divided by T0 is equal raised to gamma is equal to P divided by P0 raised to gamma minus 1 പറയാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് T0/T യുടെ ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും P0/P അല്ലാതെ P0 P എന്നിട്ടുണ്ടെങ്കിൽ P0 കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഈ 3 ഇക്വേഷൻസ് മാത്രം ഓർത്താൽ മതി. ഒന്ന് H0 is equal to H plus V square divided by 2. അത് പഠിക്കാൻ ഒരു പാടില്ല. അത് T0 is equal to T into 1 plus gamma minus 1 divided by 2 m square. പിന്നെ നമുക്ക് P0/P raised to gamma minus 1 is equal to T0/T raised to gamma. ഓക്കെ, അല്ലെങ്കിൽ P0/P is equal to T0/T raised to gamma divided by gamma minus 1. രണ്ട് രീതിയിൽ പറയാം. അപ്പോൾ ഈ 3 ഇക്വേഷൻസ് ഇങ്ങനെ നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യമുണ്ട്. ഇനി in isentropic ഫ്ലോയിൽ സ്റ്റാഗ്നേഷൻ പോയിന്റ്സ് ആർ സെയിം അറ്റ് ആൾ പോയിന്റ്സ് ഓഫ് ദ ഫ്ലോ. ഉദാഹരണത്തിന് ഒരു കംപ്രസർ എടുത്താലോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ നമ്മുടെ ഡിഫ്യൂസർ എടുത്താലോ നോസിൽ എടുത്താലോ എല്ലാം ഈ ഒരു പോയിന്റിൽ ഒരു വെലോസിറ്റി ഉണ്ടാവും, ഒരു എൻതാൽപ്പി ഉണ്ടാവും. പക്ഷേ ഈ പോയിന്റിൽ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ആ വെലോസിറ്റിയുടെ എൻതാൽപ്പിയുടെ സം തന്നെയാണ്. സി ഇത് സെയിം അല്ലേ ഇവിടെ ആകുമ്പോഴത്തേക്ക് വെലോസിറ്റി എന്താൽപ്പിയായിട്ട് കൺവേർട്ട് ആവും. പക്ഷേ എങ്കിലും H plus V square by 2 ഇവിടെ സെയിം ആയിരിക്കും. അതുകൊണ്ട് ഒരു ഐസെൻട്രോപിക് ഫ്ലോ ആണെങ്കിൽ ഇത് ഫുൾ ഇൻസുലേറ്റർ ആണ്, അതിനകത്ത് ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നും ഇല്ലാത്തൊരു ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഒരു സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് എല്ലാ പോയിന്റിലും ഒരു ഐസെൻട്രോപിക് ഫ്ലോയിന്റെ എല്ലാ പോയിന്റിലും ഈ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കംപ്രസീവ് ഫ്ലോന്റെ വേറെ കാര്യം. കംപ്രസീവ് ഫ്ലോ നമുക്ക് എന്തൊക്കെ പഠിച്ചു? ഒന്ന് എന്താണ് നമ്മുടെ കംപ്രസീവ് ഫ്ലൂയിഡ് എന്ന് പഠിച്ച് സ്റ്റാഗ്നേഷൻ പോയിന്റ് എന്ന് മനസ്സിലാക്കി, വെലോസിറ്റി ഓഫ് പ്രഷർ വേവ്സിന്റെ സ്പീഡ് ഓഫ് സൗണ്ട് അതിന്റെ 3 ഇക്വേഷൻസ് നമ്മൾ മനസ്സിലാക്കി, മാക് നമ്പർ മനസ്സിലാക്കി, സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് മാക് നമ്പറിന്റെ ടേംസിൽ എങ്ങനെ എഴുതുമെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ പിന്നെ അവസാനം നമുക്ക് മനസ്സിലായ കാര്യം ഇൻ ഐസെൻട്രോപിക് ഫ്ലോ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് ആർ സെയിം അറ്റ് ഓൾ പോയിന്റ്സ് ഓഫ് ദ ഫ്ലോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ഒറ്റൊരു കാര്യം കൂടിയാണ് നമുക്ക് കംപ്രസീവ് ഫ്ലോയിൽ പഠിക്കേണ്ട ആവശ്യം വരുന്നത്. ഒരു ഇക്വേഷൻ ഉണ്ട് dA by, അതായത് ഏരിയ എങ്ങനെ നമ്മളെ വെലോസിറ്റിയുടെ മാക് നമ്പറിന്റെ ടേംസിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ഇക്വേഷന്റെ പ്രത്യേകത. dA by A is equal to dV by V. ഇത് വോളിയം അല്ല, വെലോസിറ്റി ആണ് മറക്കരുത്. dV by V into m square minus 1. ഓക്കെ, അപ്പൊ ഏരിയയും വെലോസിറ്റി തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. dA by A is equal to dV by V into m square minus 1. ഇനി നമുക്ക് MCQ ചോദിക്കാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വെച്ചാൽ ഡിഫ്യൂസറിന്റെയും നോസലിന്റെയും കേസിൽ എങ്ങനെയാണ് മാക് നമ്പർ അതിന്റെ പ്രോപ്പർട്ടീസ് മാറ്റുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതിപ്പം ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തോ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു സിംബോളിക് മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ മീനിങ്. അതുപോലെ ഇതിന്റെ മീനിങ് കോൺട്രാക്ട് ചെയ്യുന്നുള്ളൂ. അതായത് ഒരു നോർമൽ കേസിൽ എന്ത് സംഭവിക്കും, ഇതൊരു നോസിലും ഇതൊരു ഡിഫ്യൂസറും ആയിരിക്കും. നോസിലെ വെലോസിറ്റി ഇൻക്രീസ് ആവും, ഡിഫ്യൂസറിൽ പ്രഷർ ഇൻക്രീസ് ആവും വെലോസിറ്റി കുറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ പ്രഷർ കുറഞ്ഞ് വെലോസിറ്റി ഇൻക്രീസ് ആവുന്നതാണ് നോസില്. അതേപോലെ വെലോസിറ്റി കുറഞ്ഞ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന ആളാണ് ഡിഫ്യൂസർ. നമ്മൾ ഇതിനെപ്പറ്റി നേരത്തെ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു ഇൻകംപ്രസിബിൾ ഫ്ലോയിൽ ഈ ഒരു പടം ഇതുപോലെ നമുക്ക് പറയാൻ പറ്റും. ഇതിലൂടെ കയറി ഒരു എക്സ്പാൻഷൻ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഡിഫ്യൂസർ ആയിട്ട് ഇത് ബിഹേവ് ചെയ്യും. അതായത് പ്രഷർ ഇൻക്രീസ് ആവും, വെലോസിറ്റി കുറയുമെന്ന് പറയാൻ പറ്റും. ഇൻകംപ്രസിബിൾ ഫ്ലോ ആണ്. നോസിലാണെന്നുണ്ടെങ്കിലോ പ്രഷർ കുറഞ്ഞ് വെലോസിറ്റി കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതായത് എൻതാൽപ്പിനെ എങ്ങനെ വെലോസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഈ പറയുന്നത്. ഇത് ഇൻകംപ്രസിബിൾ ഫ്ലോയിൽ നമ്മൾ ഇത് ഓൾറെഡി പഠിച്ച കാര്യമാണ്, സിമ്പിൾ ആണ്, നമുക്ക് മനസ്സിലായ കാര്യമാണ്. കംപ്രസിബിൾ ഫ്ലോയിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, m ലെസ് ദാൻ 1 ആവാം, m ഈക്വൽ ടു 1 ആവാം, m ഗ്രേറ്റർ ദാൻ 1 ആവാം. m ലെസ് ദാൻ 1 ആവുമ്പോൾ മാക് നമ്പർ ലെസ് ദാൻ 1 ഒരു നോർമൽ കേസ് ആണ്. അതായത് വെലോസിറ്റി ഫ്ലോയുടെ വെലോസിറ്റി സ്പീഡ് സൗണ്ട് ഓഫ് എൻ്റെ വെലോസിറ്റിനെ കാട്ടി നല്ല പറഞ്ഞിരിക്കുന്ന കേസിൽ ഇൻകംപ്രസിബിൾ ഫ്ലോയിൻ്റെ അതേ കേസ് തന്നെ ഇവിടെ വരുന്നത്. ഈ ഒരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഏരിയ ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു, നമ്മളെ ഇത് ഡിഫ്യൂസർ ആയിട്ടിരിക്കുന്നു. ഏരിയ ഡിക്രീസ് ചെയ്താൽ നോസിലാവുന്നു, വെലോസിറ്റി ഇൻക്രീസ് ആകും, പ്രഷർ കുറഞ്ഞ് വെലോസിറ്റി ഇൻക്രീസ് ആകും. ഓക്കെ, എന്നാൽ m ഈസിക്കൽ ടു 1, അതായത് ആ ഒരു ഫ്ലോയിൻ്റെ വെലോസിറ്റി സൗണ്ടിൻ്റെ വെലോസിറ്റി ഈക്വൽ ആകുമ്പോഴും ഫ്ലോയിൻ്റെ വെലോസിറ്റിയെ സൗണ്ടിൻ്റെ വെലോസിറ്റിയേക്കാൾ കൂടുതലാകുമ്പോഴും നമ്മൾ ഈ കാണുന്ന നമ്മൾ സ്ഥിരം നമ്മുടെ
മൈൻഡിൽ ആലോചിക്കുന്ന കാര്യമല്ല നടക്കുന്നത്. M1 ആവുന്ന കേസിൽ നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പാൻഷൻ പോലെ ഉള്ള ഏരിയ കൂടിയ ഒരു സംഭവത്തിലോട്ടോ ഏരിയ കുറഞ്ഞ സംഭവത്തിലോട്ടോ നമ്മൾ ഫ്ലോ ഇട്ടാൽ അതിനകത്ത് വെലോസിറ്റിക്ക് യാതൊരു ചേഞ്ചും ഉണ്ടാവത്തില്ല, പ്രഷറിന് യാതൊരു ചേഞ്ചും ഉണ്ടാവത്തില്ല. സോ നോ ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. അത് നമുക്ക് ചിന്തിക്കാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ M greater than 1 ആവുന്ന കേസിൽ, അതായത് ഫ്ലോയിന്റെ വെലോസിറ്റി സൗണ്ടിന്റെ വെലോസിറ്റിയേക്കാൾ കൂടുന്ന കേസിൽ ഇത് നോസിലായിട്ടും ആക്ട് ചെയ്യും, ഇത് ഡിഫ്യൂസറായിട്ടും ആക്ട് ചെയ്യും. മാത്തമാറ്റിക്കലി അങ്ങനെ നമുക്ക് കിട്ടും. സോ അത് ശ്രദ്ധിക്കുക, ഓർത്ത് വയ്ക്കുക. M greater than തൊട്ട് വന്ന സമയത്ത് നമ്മൾ നോർമലായിട്ട് ഡിഫ്യൂസറായിട്ട് കാണുന്ന ആ ഒരു ഷേപ്പ് നോസിലായിട്ടും നോസിലായിട്ട് കാണുന്ന ആ ഒരു ഷേപ്പ് ഡിഫ്യൂസറായിട്ടും മാറുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ കംപ്രസിബിൾ ഫ്ലോ ത്രൂ നോസിൽ ആൻഡ് ഡിഫ്യൂസറിന്റെ MCQ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ MSQ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അത്രയാണ് നമ്മൾ കംപ്രസിബിൾ ഫ്ലോയിൽ പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക് IC എഞ്ചിനോട്ട് വരാം. വേറൊരു ചാപ്റ്റർ തന്നെ, അതായത് പവർ പ്ലാന്റ് എന്ന് പറഞ്ഞ സംഭവം ഫുള്ള് കഴിഞ്ഞ് പുതിയൊരു ചാപ്റ്ററിലോട്ട് തന്നെ നമ്മൾ വരുവാണ്. IC എഞ്ചിൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇതാണ് ഒരു IC എഞ്ചിൻ. IC എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനാണ്. അതുപോലെ എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിനൊക്കെ ഉണ്ട്. നമ്മൾ പണ്ടത്തെ സ്റ്റീം എഞ്ചിനൊക്കെ ഉണ്ടല്ലോ, പണ്ടത്തെ ജെയിംസ് വാട്ടൺ കുടിച്ച്, അതൊക്കെ എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ ആയിരുന്നു. അതായത് പുറത്ത് വെച്ച് കമ്പഷൻ ഒക്കെ നടന്നിട്ട് ആ എനർജി മാത്രം യൂസ് ചെയ്ത് സിലിണ്ടർ വർക്ക് ചെയ്യുന്നത്. ഇവിടെ കമ്പഷൻ നടക്കുന്നതേ സിലിണ്ടറിന്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ നമ്മൾ പറയുന്നത്. ഇതാണ് നമ്മുടെ ഒരു സിലിണ്ടർ. രണ്ട് വാൽവുകളുണ്ട്, കണ്ടോ, വാൽവുകളുണ്ട്. ഇത് ഒരു 4-stroke എഞ്ചിന്റെ സിലിണ്ടർ ആണ് നമ്മൾ ഈ പറയുന്നത്. അതിനകത്ത് തന്നെ ഇവിടെ സ്പാർക്ക് പ്ലഗ് അല്ലെങ്കിൽ ഫ്യൂൽ ഇഞ്ചക്ടർ, അതായത് സ്പാർക്ക് പ്ലഗ് ഉണ്ടാവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ സ്പാർക്ക് പ്ലഗ് ഉണ്ടാവും. ഫ്യൂൽ ഇഞ്ചക്ടറിന്റെ ആവശ്യം വരുന്നത് ഡീസൽ എഞ്ചിൻ ആണെങ്കിലാണ്. ഓക്കെ, ഇത് 4-stroke എഞ്ചിന്റെ കേസാണ്. ഇങ്ങനെ ഒരു സിലിണ്ടർ. നമുക്ക് 2-stroke എഞ്ചിൻ ഉണ്ട്, നമുക്ക് ഇനി പഠിക്കാം. നമ്മൾ 4-stroke എഞ്ചിന്റെ കേസ് നമുക്ക് നോർമലായിട്ട് പഠിച്ചിട്ട് അവസാനം നമുക്ക് 2-stroking കൂടെ കാര്യമായിട്ട് പഠിക്കാം. കൂടുതലായിട്ട് നമ്മൾ 4-stroke ഉപയോഗിക്കുന്നത്. എന്നാലും ഷിപ്പ് അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളിലെല്ലാം നമ്മൾ 2-stroke എഞ്ചിൻ ഉപയോഗിക്കാറുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ബേസിക്കലി നമുക്കൊരു ടോപ്പ് ഡെഡ് സെന്റർ ഉണ്ട്. അതായത് ഈ ഒരു നമ്മുടെ ഈ ഒരു പിസ്റ്റൺ മാക്സിമം ഇവിടം വരെ വരാൻ പറ്റും. പിസ്റ്റൺ ഇവിടെ നിന്ന് ഈ ഡിസ്റ്റൻസ് മുതൽ ഈ ഡിസ്റ്റൻസ് വരെ വരാം, ഇതിന് മേലോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ അതാണ് കാരണം. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ വാൽവ് താഴോട്ടാണ് തുറക്കുന്നത്. പിന്നെ ഈ സ്പാർക്ക് പ്ലഗിൽ അല്ലെങ്കിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ ടാങ്കിൽ പോയി ഇടിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരു ടോപ്പ് ഡെഡ് സെന്റർ തൊട്ട് ബോട്ടം ഡെഡ് സെന്റർ വരെ മാത്രമാണ് നമ്മുടെ ഈ ഒരു പിസ്റ്റന്റെ മൂവ്മെന്റ് നടക്കുന്നത്. ആ ഒരു TDCയും BDC ഇടയ്ക്കുള്ള ലെങ്തിനെ നമുക്ക് സ്ട്രോക്ക് എന്ന് വിളിക്കാം. അതിനെ L എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ സ്ട്രോക്ക് അല്ലാതെ ബാക്കിയുള്ള സിലിണ്ടറിന്റെ ഒരു വോളിയം ഉണ്ടല്ലോ, അതിനെ നമുക്ക് ക്ലിയറൻസ് വോളിയം എന്ന് വിളിക്കാം. നമ്മൾ ഓൾറെഡി ഈ ക്ലിയറൻസ് വോളിയത്തിനെ പറ്റി കംപ്രസറിന്റെ കാര്യത്തിൽ, റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിന്റെ കാര്യത്തിൽ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, നൗ സിലിണ്ടർ വാൾ ഉണ്ട്. ഓക്കെ, റോട്ടറി മോഷൻ, ക്രാങ്ക് മെക്കാനിസം ഇതൊക്കെ ഉണ്ട്. റെസിപ്രോക്കേറ്റിംഗ് മോഷൻ നടക്കുന്നത്. ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ പഠിച്ച് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ പഠിക്കുന്നു. ഈ രണ്ടിനകത്ത് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഒന്ന്, നമ്മുടെ ഇക്വേഷൻസ് എല്ലാം ഓപ്പൺ സിസ്റ്റത്തിനകത്താണ് കംപ്രസറിന്റെ കേസിൽ. എന്നാൽ ഇത് ക്ലോസ് സിസ്റ്റം ആണ്. കാരണം നമ്മൾ ഇതിനകത്ത് ഓരോ പ്രാവശ്യം എക്സ്പാൻഷൻ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ അവിടെ ഒരു പവർ സ്ട്രോക്ക് ഉണ്ടാകുന്ന സമയത്ത് ഈ സാധനം ഒരു ക്ലോസ് സിസ്റ്റം ആണ്. നമ്മൾ ഈ ഒരു രണ്ട് വാൽവ് അടച്ച് ക്ലോസ് സിസ്റ്റം ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് പ്രധാനമായിട്ടും ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ ഇക്വേഷൻസ് ആയിരിക്കും. മറ്റൊരിടത്ത് ഓപ്പൺ സിസ്റ്റം ആണ്. ഓപ്പൺ സിസ്റ്റം ക്ലോസ് സിസ്റ്റം ഒക്കെ നമ്മൾ ആദ്യമേ ബേസിക് ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ചതാണ്. നല്ല ഓർമ്മയുണ്ടെന്നുള്ള കാര്യം ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇക്വേഷൻസിലോട്ട് പോകാൻ പറ്റും. ഒന്ന്, സ്വെപ്റ്റ് വോളിയം. എന്താണ് സ്വെപ്റ്റ് വോളിയം? ഒരു സൈക്കിളിൽ എന്തുമാത്രം വോളിയം നമ്മുടെ ഈ ഒരു പിസ്റ്റൺ സ്വീപ്പ് ചെയ്യുന്നു, അതാണ് നമ്മുടെ സ്വെപ്റ്റ് വോളിയം. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം? ഈ ഒരു സിലിണ്ടറിന്റെ വോളിയം നമുക്കറിയാം πr²h. ഈ കേസിൽ നമുക്ക് ഇതിന് വരെ L എന്ന് വിളിക്കാം, സ്ട്രോക്ക്. ആറിന് പകരം നമുക്ക് എന്ത് വിളിക്കാം? നമുക്ക് ഡയമീറ്റർ, ബോർ എന്നുള്ള സാധനത്തിന് ഡയമീറ്റർ D വിളിക്കാം. അപ്പം ഇവിടെ d²/4 ആവും. കാരണം എന്താ, πr² ആണ്, r എന്ന് പറഞ്ഞാൽ d/2 ആണ്. അപ്പം πd²L/4 എന്ന് പറയുന്നതാണ് സ്വെപ്റ്റ് വോളിയം. പക്ഷേ നമ്പർ ഓഫ് ചില കേസ് 4 സിലിണ്ടറും 4 സിലിണ്ടറൊക്കെ ഉള്ള കേസുണ്ട്. 4 സിലിണ്ടർ ഉള്ള കേസൊക്കെ നമുക്ക് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കേസിൽ നമ്മൾ എത്ര സിലിണ്ടർ ഉണ്ടോ അത്രയും വെച്ച് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ നമുക്ക് അത്ര ടോട്ടൽ സ്വെപ്റ്റ് വോളിയം കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് സ്വെപ്റ്റ് വോളിയം പെർ സൈക്കിൾ. ശ്രദ്ധിക്കുക, ഇത് പെർ സൈക്കിൾ ആണ്, പെർ സെക്കൻഡ് അല്ല. പെർ സൈക്കിൾ ആണ് നമുക്ക് ഈ പറയുന്ന ഇത്രയും വോളിയമാണ് ഇതിനകത്ത് സ്വെപ്റ്റ് ആയിട്ട് സ്വീപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റുന്നത്. പക്ഷേ സ്വെപ്റ്റ് വോളിയം തന്നെ പെർ സെക്കൻഡിൽ പറയാറുണ്ട്. സെക്കൻഡിൽ എത്ര പ്രാവശ്യം ഒരു വോളിയം സ്വീപ്പ് ചെയ്യുന്നു, അതിന് നമ്മൾ
ഇത് മൂവ് ചെയ്യുന്ന ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ മൂവ് ചെയ്യുന്ന സ്പീഡും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ 5d² L കെ ഒക്കെ ഉണ്ടാവും. കെ 1 ആവാം, ചിലപ്പോൾ 2 ആവാം, 3 ആവാം, 4 ആവാം, കെ ഇഷ്ടമുള്ള വാല്യൂ ആവും. ഇത്രയും നമ്മൾ എന്തൊന്ന് മൾട്ടിപ്ലൈ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അത് ആർ പി എമ്മിലായിരിക്കും തരുന്നത്, നമ്മൾ ആർ പി എസിലാക്കുമ്പോൾ ഡിവൈഡ് ബൈ 16 ചെയ്യും. അപ്പോൾ n ഡാഷ് ഡിവൈഡ് ബൈ 60 എന്ന് കിട്ടും. ഓക്കെ, ഈ n ഡാഷ് എന്ന് പറയുന്ന സാധനം 2 സ്ട്രോക്ക് എഞ്ചിനും 4 സ്ട്രോക്ക് എഞ്ചിനും വേറെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം പറഞ്ഞേക്കുക 240 ആർ പി എസിൽ ആണ് കറങ്ങുന്നത് ഫോർ എ 2 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഡയറക്റ്റ് എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ 4 സ്ട്രോക്ക് എഞ്ചിൻ ആണെങ്കിൽ നമ്മൾ ആദ്യമേ ഈ 240നെ 120 ആക്കുക, ഡിവൈഡ് ബൈ 2 ചെയ്തതിന് ശേഷം മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഒരു കമ്പഷൻ അല്ലെങ്കിൽ ഒരു പവർ സ്ട്രോക്കിൽ രണ്ട് സൈക്കിളിൽ ഒരു പവർ സ്ട്രോക്ക് വരുന്ന ആളാണ് 4 സ്ട്രോക്ക് എഞ്ചിൻ. എന്നാൽ ഒരു സൈക്കിളിൽ ഒരു പവർ സ്ട്രോക്ക് വരുന്ന ആളാണ് 2 സ്ട്രോക്ക് എഞ്ചിൻ. അതുകൊണ്ടാണ് ഈ ഒരു മാറ്റം വരുന്നത്. ഇത്ര കാര്യം ശ്രദ്ധിച്ചാൽ മതി. 4 സ്ട്രോക്ക് എഞ്ചിൻ ആണെങ്കിൽ നമുക്ക് തന്നേക്കുന്ന ആർ പി എം ഡിവൈഡ് ബൈ 2 ചെയ്തിട്ട് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 സ്ട്രോക്ക് എഞ്ചിൻ ആണെങ്കിൽ അതുപോലെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് സ്വീപ്പ് വോളിയം മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കിട്ടാറുണ്ട്. മീറ്റർ ക്യൂബ് പെർ സൈക്കിളിൽ കിട്ടണം, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കിട്ടണം. അത് ഡിപ്പെൻസ് ഓൺ ദ ക്വസ്റ്റ്യൻ. ഏത് ക്വസ്റ്റ്യൻ എങ്ങനെ തന്നേക്കുന്നതിനനുസരിച്ച് നമുക്ക് പെർ സെക്കൻഡ് ആണോ പെർ സൈക്കിൾ ആണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ധാരണ നമുക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് സ്വീപ്പ് വോളിയത്തിന്റെ ഇക്വേഷൻ. വളരെ വളരെ സിമ്പിളായ കാര്യമാണ്. അടുത്തത് കംപ്രഷൻ റേഷ്യോ. കംപ്രഷൻ റേഷ്യോ ഇസ് വളരെ സിമ്പിളാണ്. വോളിയം ബിഫോർ കംപ്രഷൻ ഡിവൈഡ് വോളിയം ആഫ്റ്റർ കംപ്രഷൻ. വോളിയം ബിഫോർ കംപ്രഷൻ എന്താണ്? സ്ട്രോക്ക് പ്ലസ് ക്ലിയറൻസ്. വോളിയം ആഫ്റ്റർ കംപ്രഷൻ ക്ലിയറൻസ് മാത്രം. സോ വോളിയം ബിഫോർ കംപ്രഷൻ ഡിവൈഡ് ബൈ വോളിയം ആഫ്റ്റർ കംപ്രഷൻ ആണ് കംപ്രഷൻ റേഷ്യോ. ഈ കംപ്രഷൻ റേഷ്യോ വിൽ ബി ഗ്രേറ്റർ ദാൻ 1. കാരണം എന്താ? സ്ട്രോക്ക് വോളിയം എക്സ്ട്രാ അവിടെ കയറി വരുന്നത്. ഗ്രേറ്റർ ദാൻ 1. ഇത് നമുക്ക് കംപ്രഷൻ റേഷ്യോ നമുക്ക് R എന്ന് വിളിക്കാം. അത് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസിലും ഡയറക്റ്റ് തരുന്ന സാധനമാണ് കംപ്രഷൻ റേഷ്യോ. ഒന്നി ഡയറക്റ്റ് തരിക, അല്ലെന്നുണ്ടെങ്കിൽ വോളിയം ബിഫോർ കംപ്രഷനും വോളിയം ആഫ്റ്റർ കംപ്രഷൻ തരാം, അല്ലെങ്കിൽ സ്ട്രോക്ക് വോളിയവും ക്ലിയറൻസ് വോളിയം നമുക്ക് തരാം. എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബിഫോർ കംപ്രഷൻ ഡിവൈഡ് ബൈ ആഫ്റ്റർ കംപ്രഷൻ. ബിഫോർ കംപ്രഷൻ ആയിരിക്കും കൂടുതൽ, ഡിവൈഡ് ബൈ ആഫ്റ്റർ കംപ്രഷൻ. ഓക്കെ, സോ വോളിയം ബിഫോർ കംപ്രഷൻ ഡിവൈഡ് ബൈ വോളിയം ആഫ്റ്റർ കംപ്രഷൻ ഈക്വൽ ടു VS പ്ലസ് VC ഡിവൈഡ് ബൈ VC ആണ് കംപ്രഷൻ റേഷ്യോ. അതൊരു IC എഞ്ചിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കിനി ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളും പഠിക്കാനുണ്ട്. ഡ്യുവൽ സൈക്കിളുണ്ട്. അപ്പം ഓട്ടോ സൈക്കിൾ യൂസ് ചെയ്യുന്ന പെട്രോൾ എഞ്ചിനാണ്. ഡീസൽ സൈക്കിൾ യൂസ് ചെയ്യുന്നത് ഡീസൽ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. ഡ്യുവൽ സൈക്കിളും ഉണ്ട്. രണ്ട് രീതിയിലുള്ള എഞ്ചിൻസും വരുന്ന ഒരു കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്യുവൽ സൈക്കിളിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. പക്ഷേ ഡ്യുവൽ സൈക്കിളിന്റെ നമ്മൾ ഒരുപാട് കൺസെപ്റ്റ് പഠിക്കേണ്ട. ചോദിക്കുന്നെങ്കിൽ ഡയറക്റ്റ് ഈ ഒരു ഇക്വേഷനെ ചോദിക്കത്തുള്ളൂ. ഓഫ്കോഴ്സ് എനിക്കറിയാം ഇക്വേഷൻസ് പാടാണ് പഠിക്കാൻ. ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. ഇതെല്ലാം ഓരോരോ ഇക്വേഷൻസ് ആണ്. പക്ഷെ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളും പഠിക്കാൻ എങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓട്ടോ സൈക്കിളിൽ PV ഡയഗ്രാം ഉണ്ട്, TS ഡയഗ്രാം ഉണ്ട്. 4 പ്രോസസ്സാണ് ഉള്ളത്. ഒന്ന് ഐസെൻട്രോപിക് കംപ്രഷൻ. ഐസോമെട്രിക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണെന്ന് അറിയാമോ? ഐസോമെട്രിക് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഐസോകോറിക്, കോൺസ്റ്റന്റ് വോളിയം. ഇവിടെ ഐസോകോറിക്. എക്സ്പാൻഷനും കംപ്രഷനും നമ്മൾ നേരത്തെ ടർബൈൻ്റെ കേസിൽ പറഞ്ഞ കണക്ക് തന്നെ ഐസെൻട്രോപിക് ആയിട്ടാണ് നടക്കുക ഫോർ ആൻ ഐഡിയൽ ഓട്ടോ സൈക്കിൾ. ഓക്കെ, ഈ കേസിലും അങ്ങനെ തന്നെയാണ്. ഡീസൽ സൈക്കിളിന്റെ കേസിലും എക്സ്പാൻഷനും കംപ്രഷനും ഐസെൻട്രോപിക് ആയിട്ടാണ് നടക്കുക. ഹീറ്റ് അഡിഷനും ഹീറ്റ് റിജക്ഷനുമാണ് നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകുന്നത്. എക്സ്പാൻഷൻ അല്ലെങ്കിൽ കംപ്രഷൻ നടക്കുന്ന സമയത്താണ് നമ്മൾ വർക്ക് ഇന്നും വർക്ക് ഔട്ടും എടുക്കുന്നത്, തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ ഹീറ്റ് അഡിഷൻ ഇന്നും ഔട്ടും ചെയ്യുന്ന സ്ഥലത്താണ് മാത്രമാണ് ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. ആക്ച്വലി ഹീറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ 1 to 4. ഹീറ്റ് ഔട്ട് ഇവിടെ ഐസോമെട്രിക് ഹീറ്റ് റിജക്ഷൻ ആണ്. ഇവിടെയും ഹീറ്റ് ഔട്ട് 4 to 1. ഇവിടെയും കോൺസ്റ്റന്റ് വോളിയം തന്നെയാണ്. ആകെ ചേഞ്ച് ഈ ഒരു ഓട്ടോ സൈക്കിളിനും ഡീസൽ സൈക്കിളിനും ചേഞ്ച് വരുന്നത് ഹീറ്റ് ഇൻപുട്ടിന്റെ കാര്യത്തിൽ മാത്രമാണ്. ഹീറ്റ് ഇൻപുട്ട് പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ ഓട്ടോ സൈക്കിളിന്റെ കേസിൽ നമ്മൾ കോൺസ്റ്റന്റ് വോളിയത്തിൽ ചെയ്യുമ്പോൾ ഡീസൽ എഞ്ചിന് അത് കോൺസ്റ്റന്റ് പ്രഷറിൽ ചെയ്യും. ആ ഒരൊറ്റ ഡിഫറൻസ് ചെയ്യുന്നുള്ളൂ. അതിനനുസരിച്ചാണ് ബാക്കി കാര്യങ്ങളെല്ലാം മാറുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ഈ ഡയഗ്രാംസ് ഒക്കെ ഞാൻ വീണ്ടും ഒന്നേന്ന് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങൾ അത്രയും അഡ്വാൻസ് ലെവലിൽ നിങ്ങൾ എത്തി. ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഒരുപാടിനെ പറ്റി സംസാരിച്ച് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. VC എന്ന് പറഞ്ഞാൽ ക്ലിയറൻസ് വോളിയം ആണ്. ഇത് ക്ലിയറൻസ് വോളിയം ആണ്. ഓക്കെ, ഇത് സ്ട്രോക്ക് വോളിയം ആണ്. ഇത് സ്ട്രോക്ക് വോളിയം ആണ്.
ഇത് ക്ലിയറൻസ് വോളിയം ആണ്, അത് ഓർക്കുക. ഓക്കെ. നൗ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, ഓട്ടോ സൈക്കിളിൻ്റെ കാണാൻ പഠിക്കേണ്ട ഇക്വേഷൻ ആണ്. ഒന്ന് 1 മൈനസ് ക്യൂ ഔട്ട് ബൈ ക്യൂ തന്നെയാണ്, പക്ഷെ നമുക്ക് ഈ ഒരു നമ്മുടെ റേഷ്യോയുടെ ടേംസിൽ, നമ്മൾ ഈ പറഞ്ഞ കമ്പർഷൻ റേഷ്യോന്റെ ടേംസിൽ നമുക്ക് പറയണം. ആറിന്റെ ടേംസിൽ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. എന്താണ് കംപ്രഷൻ റേഷ്യോ? നമ്മൾ ഓൾറെഡി പറഞ്ഞ വോളിയം ബിഫോർ കംപ്രഷൻ ഡിവൈഡ് ബൈ വോളിയം ആഫ്റ്റർ കംപ്രഷൻ. അപ്പോൾ അതിന്റെ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ, 1 മൈനസ് 1 ബൈ ആർ റൈസ് ടു ഗാമ മൈനസ് 1. ഇത് സിമ്പിൾ ആണ്, അതുകൊണ്ട് തന്നെ ഇത് ചോദിക്കൂല. ഇത് ചോദിക്കൂലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ 2 മാർക്സിന്റെ ക്വസ്റ്റൻ ആയിട്ടും ചോദിക്കത്തില്ല, മാക്സിമം 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കത്തുള്ളൂ. ഒറ്റ ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ, ആറും ഗാമ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ആറ് ഡയറക്റ്റ് തരും, അല്ലെന്നുണ്ടെങ്കിൽ ക്ലിയറൻസ് വോളിയം സ്ട്രോക്ക് വോളിയം നിന്ന് നമുക്ക് അത് വെച്ച് ആറ് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് പറ്റും. അതേപോലെ വർക്ക് ഡൺ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? വർക്ക് ഡൺ ഇവിടെ രണ്ട് വർക്കുകൾ, അതായത് വർക്ക് ഇൻപുട്ടും വർക്ക് ഔട്ട്പുട്ടും, വർക്ക് ഇന്നും വർക്ക് ഔട്ടും, ഈ കേസ് ടി എസ് ഡയഗ്രത്തിൽ വർക്ക് ഇന്നും വർക്ക് ഔട്ടും, ഇത് രണ്ടും എന്താ ഐസെൻട്രോപിക് ആണ്. ഐസെൻട്രോപിക് എന്ന് പറഞ്ഞാൽ അഡിയാബാറ്റിക് റിവേഴ്സിബിൾ ആണ്. മാത്രമല്ല ഇത് ക്ലോസ് സിസ്റ്റം ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന്റെ ഇക്വേഷന്റെ സംഭവം നമുക്കറിയാം. P3V3 minus P4V4 divided by gamma minus 1. P3V3 minus P4V4 divided by gamma minus 1 ആണ് വർക്ക് ഔട്ട്പുട്ട്. ഓക്കെ, അത് പോസിറ്റീവ് ആണ്. പിന്നെ അതിന്റെ കൂടെ മൈനസ് ഓഫ് P2V2 മൈനസ് P1V1 divided by gamma minus 1. ഇത് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. അതിനെ പിന്നെ നമ്മൾ ആറിന്റെ ടേംസിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും, P3 മൈനസ് RP4 മൈനസ് ഓഫ് P2 മൈനസ് RP1 the whole into VC clearance divided by gamma minus 1. ഇത് വേറൊരു ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്ക് ഓട്ടോ സൈക്കിളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഡീസൽ സൈക്കിളിലെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഡീസൽ സൈക്കിളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പുതിയ റേഷ്യോ വരും, അതിനെ പറയുന്നത് കട്ട് ഓഫ് റേഷ്യോ. കട്ട് ഓഫ് റേഷ്യോ നമ്മൾ റോ വെച്ചാണ് പറയുന്നത്. ഈ കട്ട് ഓഫ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ ആ ഒരു കോൺസ്റ്റന്റ് പ്രഷറിൽ നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതിൻ്റെ ഫൈനൽ വോളിയം, ഹീറ്റ് ആഡ് ചെയ്തതിന് ശേഷമുള്ള വോളിയം ഡിവൈഡഡ് ബൈ ഹീറ്റ് ആഡിന് മുന്നേ ഉള്ള വോളിയം, V3 ഡിവൈഡ് ബൈ V2. ആ ഒരു കോൺസ്റ്റന്റ് പ്രഷറുള്ള V3 ബൈ V2നെ നമുക്ക് വിളിക്കാൻ പറ്റുന്നതാണ് കട്ട് ഓഫ് റേഷ്യോ. ഓക്കെ, അപ്പോൾ ആ കട്ട് ഓഫ് റേഷ്യോ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ഡയറക്റ്റ് തരത്തില്ല, അതിന് നമുക്ക് ഒന്നുകിൽ V3യും V2യും തരും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പാൻഷൻ റേഷ്യോയും നമ്മുടെ കംപ്രഷൻ റേഷ്യോ വെച്ചിട്ട് നമുക്ക് R ഡിവൈഡ് ബൈ RE എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പം V3 ബൈ V2 ആണ് റോ, അതുപോലെ തന്നെ റോ എന്തുമാണ്, റോ ഇക്വൽ ടു R ഡിവൈഡ് ബൈ REയും ആണ്. ഇത് തരും, എന്നിട്ട് ഇതെന്തായാലും തന്നിരിക്കും, അപ്പോൾ റോ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ V3യും V2യും വെച്ച് നമുക്ക് തന്നിരിക്കും. ഇത് രണ്ടും അല്ലെങ്കിൽ വേറെ രീതിയിലും കൂടെ നമുക്ക് റോ തരാറുണ്ട്. എന്നറിയാമോ? ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തരും, വെൻ കട്ട് ഓഫ് അറ്റ് C% ഓഫ് സ്ട്രോക്ക് എന്ന് വരും. വെൻ കട്ട് ഓഫ് അറ്റ് C% ഓഫ് സ്ട്രോക്ക് എന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റോ ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഈ തന്നേക്കുന്ന പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു R മൈനസ് 1. ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. ഈ മൂന്ന് ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്നുകൂടെ പറയാം, റോ എന്ന് പറഞ്ഞാൽ ഒന്ന് V3 ബൈ V2, വെരി സിമ്പിൾ. അടുത്തത് R ബൈ RE. അടുത്ത വേറൊരു ഇക്വേഷൻ ഉണ്ട്, ഇസ് ഈക്വൽ ടു 1 പ്ലസ് C ബൈ 100 ഇൻറ്റു R മൈനസ് 1. ഈ മൂന്ന് ഇക്വേഷൻ വെച്ചിട്ട് റോ കണ്ടുപിടിക്കണം. റോ ഡയറക്റ്റ് തരത്തില്ല, ഈ മൂന്ന് ഇക്വേഷൻസിനകത്ത് ഉപയോഗിച്ചിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പിന്നീട് നമ്മൾ റോ ഉപയോഗിച്ചിട്ടാണ് ഈറ്റ കണ്ടുപിടിക്കുന്നത്. എഗെയിൻ വീണ്ടും അടുത്ത ഇക്വേഷൻ ആണ്. ഇതെല്ലാം ഇക്വേഷൻസ് ആണ്, ഇതെല്ലാം നമ്മൾ കാണാൻ പഠിക്കുക, വേറെ വഴിയില്ല. 1 മൈനസ് 1 ബൈ R റേസ് ടു ഗാമ മൈനസ് 1, ഇത് നമ്മുടെ നോർമൽ എഫിഷ്യൻസി. അതിൻ്റെ കൂടെ സംതിങ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. എന്താണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? റോ റേസ് ടു ഗാമ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഗാമ ഇൻറ്റു റോ മൈനസ് 1. റോ റേസ് ടു ഗാമ മൈനസ് 1, റോ റേസ് ടു ഗാമ മൈനസ് 1 ഡിവൈഡ് ബൈ ഗാമ ഇൻറ്റു റോ മൈനസ് 1. അപ്പം ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അങ്ങനെ ഈ നാല് ഇക്വേഷൻസ് ആണ് നമുക്ക് ഡീസൽ സൈക്കിളിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. കൺസെപ്റ്റ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഈ ഇക്വേഷൻസ് നമ്മൾ ഓർമ്മയിരിക്കണം, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഐ നോ ഇറ്റ്സ് ഡിഫിക്കൽട്ട്, ബട്ട് അത് നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പതിയെ നമുക്കിത് ഓർമ്മ നിൽക്കും. ഓക്കെ, അടുത്തത് ഡുവൽ സൈക്കിൾ ആണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഈ ഒരു ഇക്വേഷൻ വെച്ചൊരു ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കത്തുള്ളൂ, വേറെ ഒന്നും ചോദിക്കത്തില്ല. അപ്പോൾ അതിനകത്ത് പക്ഷേ പ്രഷർ റേഷ്യോ RP എന്നൊരു ഫാക്ടർ ഉണ്ട്. R ഉണ്ട്, നമുക്കറിയാം കംപ്രഷൻ റേഷ്യോ, ബിഫോർ കംപ്രഷൻ ആഫ്റ്റർ കംപ്രഷൻ. റോ നമുക്കറിയാം V3 ബൈ V2 നമുക്കറിയാം. അതുപോലെ RP എന്ന് പറയുന്ന പ്രഷർ റേഷ്യോ കൂടെ ഉണ്ടാവും. അതും 1 മൈനസ് 1 ബൈ R റേസ് ടു ഗാമ മൈനസ് 1 ഇൻറ്റു സംതിങ് ആണ്. ഇവിടെ 1 മൈനസ് 1 ബൈ R റേസ് ടു ഗാമ മൈനസ് 1 ഇൻറ്റു സംതിങ് ആണ്. ആ സംതിങ് ഇവിടെ റോ റേസ് ടു ഗാമ മൈനസ് 1 ഡിവൈഡ് ബൈ ഗാമ റോ മൈനസ് 1. ഇവിടെ RP റോ റേസ് ടു ഗാമ മൈനസ് 1 ഡിവൈഡ് ബൈ RP മൈനസ് 1 പ്ലസ് ഗാമ RP റോ മൈനസ് 1. ഇതാണ് ഇക്വേഷൻ.
ഓക്കെ, അപ്പം ഇനി ഇത്ര ഇക്വേഷൻസ് ആണ് നമുക്ക് ഓട്ടോ സൈക്കിളിലും ഡീസൽ സൈക്കിളിലും ഉള്ളത്. ട്രൈ ടു ലേൺ ഇറ്റ്. എല്ലാ ദിവസവും ഒന്ന് ഈ ഇങ്ങനത്തെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക, അപ്പോൾ നമുക്ക് മനസ്സിലിരിക്കും. ഇനി നമുക്ക് ഞാൻ പറഞ്ഞു 4-stroke എഞ്ചിൻ 2-stroke എഞ്ചിൻ്റെയും കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. നമുക്കത് നോക്കാം. അപ്പോൾ 4-stroke എഞ്ചിൻ എന്താണ്, ഇതുപോലെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആദ്യം താഴോട്ട് വരുന്നു, സോറി ഇതല്ല, ആദ്യം എയർ സക്ക് ചെയ്യുന്നു, ആ എയറിനെ കംപ്രസ് ചെയ്യുന്നു, എന്നിട്ട് സ്പാർക്ക് കൊടുക്കുന്നു, എന്നിട്ട് എക്സോസ്റ്റ് പുറത്തിറങ്ങുന്നു, വീണ്ടും എയർ അകത്തോട്ട് വരുന്നു, കയറുന്നു, സ്പാർക്ക് കൊടുക്കുമ്പോൾ അവിടെ കമ്പഷൻ നടക്കുന്നു. ആ സ്പാർക്ക് കൊടുത്തിട്ട് താഴോട്ടൊരു എക്സ്പാൻഷൻ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് പവർ സ്ട്രോക്ക് എന്ന് പറയുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു പവർ സ്ട്രോക്കിനകത്തായിരിക്കും നമുക്ക് വേണ്ടുന്ന ഫ്യൂലിനകത്തുള്ള പവർ നമ്മുടെ എഞ്ചിനിലോട്ട് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം അതിന്റെ വർക്ക് ടേക്കൺ ഇൻ പോലെയാണ്. വർക്ക് ഔട്ട് കിട്ടുന്നത് ആ ഒരു പോയിന്റിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നത്, ഇവിടെ ഒരു റൗണ്ട് കറങ്ങി, ഓക്കെ, ഒന്നുകൂടെ കറങ്ങി. അപ്പം 2 കറക്കത്തിന് ഒരു പവർ സ്ട്രോക്ക് ആയിട്ടുള്ളൂ. വീണ്ടും നോക്കൂ, ഒരു പ്രാവശ്യം കറങ്ങി, ഒന്നുകൂടെ കറങ്ങിയുണ്ട്. 2 കറക്കത്തിനാണ് ഒരു പവർ സ്ട്രോക്ക് വരുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ n/2 ചെയ്തിട്ട് വേണം 4 സ്ട്രോക്കിനകത്ത് ഇക്വേഷനകത്ത് ആ ഒരു n' വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനെന്ന് പറഞ്ഞ റീസൺ അതാണ്. അതേപോലെ 2 സ്ട്രോക്ക് എഞ്ചിന്റെ കേസ് എങ്ങനെയാണ്? 2 സ്ട്രോക്ക് എഞ്ചിൻ ഇവിടെ ഇതാദ്യമേ സക്ക് ചെയ്യും, എന്നിട്ട് ആ എയർ ഇതിനകത്ത് കയറി കംപ്രസ് ചെയ്ത് ഇത് ചെയ്ത് പുറത്തു വരും. ഇത് ഇത്രയും കൂടെ ഒറ്റ ഒരു എന്താ പറയുക 2 സ്ട്രോക്കിൽ നടക്കും. അതായത് ഒന്ന് മേളിൽ പോയി ഒന്ന് താഴെ വരുമ്പോഴത്തേക്ക് ഇൻപുട്ട് നടക്കുന്നുണ്ട്, പിന്നെ കംപ്രഷൻ നടക്കുന്നുണ്ട്, ഇത് നടക്കുന്നുണ്ട്, അതുപോലെ എക്സോസ്റ്റ് നടക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ 2 സ്ട്രോക്ക് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. 2 സ്ട്രോക്ക് എഞ്ചിനകത്ത് സ്കാവെഞ്ചിങ്, കംപ്രഷൻ ഒരു ഒരു സ്ട്രോക്കിൽ നടക്കും, അതുപോലെ കമ്പഷനും എക്സോസ്റ്റും കൂടെ മറ്റൊരു സ്ട്രോക്കിൽ നടക്കുന്നു. മൊത്തത്തിൽ ഒരു സൈക്കിളിൽ ഈ പറയുന്ന 2 സ്ട്രോക്കിനകത്ത് ഈ 4 പ്രോസസ്സുകളും നടക്കുന്നു. ഇവിടെ ആണെങ്കിൽ ഇൻടേക്ക് നടക്കുന്നത് ഒരു സ്ട്രോക്കിൽ, കംപ്രഷൻ നടക്കുന്ന ഒരു സ്ട്രോക്കിൽ, കമ്പഷൻ നടക്കുന്ന ഒരു സ്ട്രോക്കിൽ, എക്സോസ്റ്റ് നടക്കുന്ന ഒരു സ്ട്രോക്കിൽ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് വാൽവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ക്യാം എന്ന് പറയുന്ന സെറ്റപ്പ് ഉണ്ട്. ക്യാം അത് വെച്ചിട്ടാണ് നമ്മൾ ഈ വാൽവുകൾ നമുക്ക് ഇഷ്ടമുള്ള, അതായത് കറക്റ്റ് സമയത്ത് അടയ്ക്കാനും തുറയ്ക്കാനുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ക്യാം എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ക്യാം എന്ന് പറയുന്നത്. ഇതിനാണ് ക്യാം എന്ന് പറയുന്നത്. ഈ ക്യാം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ആ ക്യാം കറക്റ്റ് സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ വാൽവുകൾ ഇന്നും ഔട്ടും ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സാധനം. അപ്പം അതാണ് നമുക്ക് ഉള്ളത്. 2 സ്ട്രോക്കും 4 സ്ട്രോക്കും നമ്മളങ്ങനെ സംഭവങ്ങൾ ഇന്നത്തെ ക്ലാസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് IC എഞ്ചിൻ കുറച്ചുകൂടെ ബാക്കിയുണ്ട്, അത് പഠിക്കണം. റെഫ്രിജറേഷൻ, സൈക്രോമെട്രി, പിന്നീട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യണം. അത് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിൽ ചെയ്യാം. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.